السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله. صلى الله على سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف يؤتيه أجرا عظيما. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا صلى الله عليه وسلم: عند الله خزائن الخير والشر مفاتيحها الرجال فطوبى لمن جعله مفتاحا للخير ومغلاقا للشر وويل لمن جعله مفتاحا للشر ومغلاقا للشر مفتاحا للخير ومغلاقا للشر، أو كما قال رسول الله المصطفى الكريم عليه وعلى آله أفضل الصلوات وأزكى التسليم. صلى الإله على النبي وسلم دأبا كما أبدى الرشاد وألما أعداد كل مكونات كلما حج العتيق وزمزم وحطيما. صلوا عليه وسلموا تسليما. اللهم صل وسلم عليك. എത്രയും ബഹുമാന ആദരവുകളുള്ള ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പാപ്പാങ്കുളങ്ങര ജുമാ മസ്ജിദിൻ്റെ ആദരണീയനായ ചീഫ് ഇമാം ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസി അവറുകൾ, വേദിയിലുള്ള ഉസ്താദ്, ഈ യോഗത്തിൻ്റെ മുഖ്യ സംഘാടകനും ഇതിൻ്റെ പ്രവർത്തകനുമായ ജനാബ് മുജീബ് സാഹിബ്, ഈ നുസ്രത്തുൽ മസാക്കീൻ സംരംഭത്തിൻ്റെ സഹകാരികളും അതിൻ്റെ പ്രവർത്തകരുമായുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്നദ്ധ പ്രവർത്തകരെ, മഹത്തായ ഈ ഇൽമിൻ്റെ മജ്ലിസിൽ സംബന്ധിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയോട് സഹകരിക്കുകയും ഇതിനോട് സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ ദീനീ സ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. 2 ദിവസത്തെ മതപ്രഭാഷണത്തോടും ശേഷം സമാപന പരിപാടികളോടും പ്രാർത്ഥനയോടും കൂടി ഏതാണ്ട് 13 വർഷമായി നുസ്രത്തുൽ മസാക്കീൻ എന്ന് പറയുന്ന ഈ മഹത്തായ സാധു സംരക്ഷണ സംരംഭം ഇവിടെ നടത്തി വന്നുകൊണ്ടിരിക്കുന്ന
സാധു സഹായ പരിപാടികൾ ഈ വർഷം നമ്മൾ നാളെ ഒരു സാധുവായ പെൺകുട്ടിയുടെ വിവാഹം കൂടി നടത്തി കൊടുത്തുകൊണ്ട് സമാപനം കുറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്താണ്. സർവശക്തനായ അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സാധുക്കളെ സഹായിക്കുക എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. മഹാനായ പ്രവാചകൻ നബിയുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ആ പുണ്യ സ്മരണകൾ നമ്മുടെ എല്ലാ മനോമുഖരങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ സമയത്ത് നാടും നഗരവുമെല്ലാം ആ ഓർമ്മകളിൽ വളരെ ശക്തമായ അതിൻ്റെ അലയൊലികൾ ഇന്നും അസ്തമിച്ചിട്ടില്ലാത്ത ഈ ഒരു സമയത്ത് കൂടിയാണ് നമ്മളെല്ലാവരും മഹത്തായ ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ അഗതികളുടെ അത്താണിയും സാധുക്കളുടെ സഹായിയുമായിരുന്നുവെന്ന് ലോകത്ത് സർവരും തലകുലുക്കി സമ്മതിച്ചിട്ടുള്ളതാണ്. ആ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാസത്തിൽ തന്നെ നമുക്ക് ഇതുപോലൊരു പരിപാടി വീണ്ടും സംഘടിപ്പിക്കാനും വർഷം 13 പാവപ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഓരോ വർഷവും ഒന്നോ അതിലധികമോ പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അതിൻ്റെ പ്രവർത്തന പാതയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് തീർച്ചയായും ഈ നാട്ടാരുടെ മനസ്സിലെ നന്മയുടെ കൂടി ഒരടയാളമായി ഞാൻ അതിനെ കാണുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വലിയ നന്മയായി ഇതിനെ എന്നെന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഇത്തരം നന്മകളോട് കൈകോർക്കാൻ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും നല്ല മനസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം മുസ്ലിങ്ങളാണ്. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലക്ഷ്യം വെച്ചും അവൻ്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകകളെയും കൽപ്പനകളെയും അനുശാസനങ്ങളെയും പിന്തുടർന്നുകൊണ്ടുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വഴികളിലൂടെ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച പരിശുദ്ധമായ ഈ മതത്തിൽ, ഈ ദീനിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന പ്രീതിപ്പെടുത്തുന്ന ആരാധനകൾ ധാരാളമുണ്ടെന്ന് നമുക്കറിയാം. ഇബാദത്തുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണിത്. നമസ്കാരമില്ലാത്തവന് ദീനിൽ ഒരു സ്ഥാനവുമില്ല എന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു മതമാണിത്. നമസ്കാരമുണ്ട് നമുക്ക്. മറ്റൊരു മതസമൂഹങ്ങളിലും കാണപ്പെടാത്ത വിധം നമ്മളൊക്കെ സർവശക്തനായ നമ്മുടെ സൃഷ്ടാവായ സർവലോക പരിപാലകനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ അടിമത്വം അംഗീകരിച്ച് ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിനയ വണക്കങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം 1 അല്ല 5 നേരം ഏത് ജോലി തിരക്കുകൾക്കിടയിലും ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിധേയരാകാൻ സന്നദ്ധമാകുന്നവരാണ്. കാരണം നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അത്ര അധികം ഊന്നി പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ ഇസ്ലാമിൽ. നമ്മുടെ ഹബീബ് നമ്മെ അത് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരമടക്കമുള്ള ആരാധനാ കാര്യങ്ങളുടെ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ദീനുണ്ടാകണമെങ്കിൽ, നമ്മളിൽ ദീന് നിലനിൽക്കണമെങ്കിൽ നിസ്കാരം വേണം. നമസ്കാരമില്ലാത്ത ഏതൊരാളുടെ ഏത് പ്രവൃത്തിയും പടച്ചവന്റെ അടുക്കൽ വിലപ്പോകൂല. അതുകൊണ്ട് നമസ്കാരവും അതുപോലെ തന്നെ നോമ്പും സക്കാത്തും ഹജ്ജും ആദിയായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന അതിപ്രധാനമായ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സദാചാരത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ വിശുദ്ധിയിൽ എത്രയോ വലിയ അളവിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ ഇന്ന് നാം കാണുന്ന നാമാക്കി മാറ്റിയതിൽ
നമ്മുടെ 5 നേരത്തെ നമസ്കാരത്തിന്റെ പങ്ക് വളരെ വലുതാണ്. പടച്ച തമ്പുരാൻ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തിയത് 5 നേരം നമ്മൾ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ നടത്തുന്ന ഈ നമസ്കാരമാണ്. നമസ്കാരത്തിന് അള്ളാഹുവിനെ അനുസരിക്കാൻ മനുഷ്യനെ പാകപ്പെടുത്താനുള്ള അപാര ശേഷിയാണ്. നമസ്കരിക്കുന്ന മനുഷ്യനും നമസ്കരിക്കാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. എന്താണ് ആ വ്യത്യാസം? നമസ്കരിക്കാത്തവൻ അവന്റെ ജീവിതത്തിൽ ഒരു കൽപ്പനയും ബാധകമല്ല, അവൻ എന്തും ചെയ്തു കളയും. പക്ഷേ നമസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അത് പടച്ചവന്റെ പൊരുത്തത്തിന് അനുയോജ്യമാണോ എന്ന് ആലോചിച്ചല്ലാതെ അവൻ ഒരിക്കലും ചെയ്യൂല. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ചെറുതു മുതൽ വലുതുവരെ, മുണ്ടെടുക്കുന്നത് മുതൽ മുടി മുറിക്കുന്നത് വരെ, മൂത്രമൊഴിക്കുന്നത് മുതൽ മൂക്ക് ചീറ്റുന്നത് വരെ, എല്ലായിടത്തും അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നത് എന്തെന്ന് നോക്കി ചെയ്യുന്ന മനുഷ്യരുടെ പേരാണ് ഇബാദത്തുകാരൻ എന്ന് പറയുന്നത്. ഒരു നമസ്കാരക്കാരന്റെ വിശേഷത മറ്റൊരാളിലും അത് കാണൂല. അവൻ മുണ്ടെടുക്കുമ്പോൾ കൃത്യത പാലിക്കും. കണങ്കാലിന് താഴോട്ട് മുണ്ടെടുക്കാത്തവനാണ് നമസ്കാരക്കാരനായ മുസ്ലിം. ആരാധനകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനമാണ് ഞാൻ പറയുന്നത്. വലിയ സ്വാധീനം മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ അവൻ മൂത്രമൊഴിക്കുന്നിടത്ത് അവനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു അവന്റെ നമസ്കാരം. നമസ്കാരമില്ലാത്തവന് എവിടെ നിന്നും കൊള്ളാം, അല്ലേ? എവിടെ നിന്നും കൊള്ളാം. വെള്ളം വേണമെന്നില്ല, മറ വേണമെന്നില്ല, അത് മുണ്ടേ തൂത്തൂടാന്നില്ല, ഒരു വൃത്തിക്കോ ഒരു മെനയോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഒരു നമസ്കാരമില്ലാത്ത ആൾക്കൊരു ഗ്യാരണ്ടിയില്ല. എന്തുമാകാം, എങ്ങനെയുമാകാം. പക്ഷേ ഒരു നമസ്കാരക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാകാൻ പറ്റുമോ? അവൻ വളരെ കൃത്യമായി, അവൻ എത്രമാത്രം അസ്വസ്ഥതയോടുകൂടി അവനൊന്ന് മൂത്രമൊഴിക്കാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിലും അവനത് പറ്റിയ മറവുള്ള സ്ഥലങ്ങളിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് അവന്റെ സംസ്കാരത്തിന് ചേരുന്ന ഇതേ മൂത്രമൊഴിക്കുള്ളൂ. വെള്ളം എടുത്തുകൊണ്ടേ അവൻ മൂത്രമൊഴിക്കുള്ളൂ. അവന്റെ വസ്ത്രത്തിൽ പുരളാതെ നോക്കും. കാരണം എനിക്ക് നിസ്കരിക്കണം. നമസ്കാരത്തിന് ഈ മാലിന്യം വിഘാതമാ എന്നറിഞ്ഞുകൊണ്ട് ഒരു നമസ്കാരക്കാരൻ അവന്റെ ജീവിതത്തിൽ മൂത്രമൊഴിക്കുന്നത് മുതൽ മുണ്ടെടുക്കുന്നത് വരെയുള്ള സർവ മേഖലകളിൽ ഒരു മനുഷ്യൻ അച്ചടക്കത്തിന് വിധേയമാക്കി തീർക്കുന്ന അത്ഭുതമാണ് പരിശുദ്ധ ഇസ്ലാമിലെ അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധന എന്ന് നാം അറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആരാധനകൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം അഗണ്യമാണ്. പക്ഷേ ഇത്രയും വലിയ പ്രാധാന്യം ഈ ആരാധനയ്ക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ സമൂലമായും മാറ്റിമറിക്കാനുള്ള അത്ഭുതകരമായ ശേഷിയുള്ള ഈ ആരാധനകളൊക്കെ നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ കേവല ആരാധനകളുടെ മാത്രം പുറംപൂച്ച് കാണിച്ചുകൊണ്ട് ഈ ലോകത്ത് മുസ്ലിമായി ചമഞ്ഞ് അവന്റെ മതം പൂർത്തീകരിച്ച് പടച്ച തമ്പുരാന്റെ പ്രീതിയും പൊരുത്തവും പിടിച്ചു പറ്റാമെന്ന് ആരും കരുതണ്ട എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ കൂടി ചേർന്ന് ഇവിടെ ഒരു പ്രസ്ഥാനമുണ്ടാക്കി. നുസ്രത്തുൽ മസാക്കീൻ, സാധുക്കളായ ആളുകളുടെ സഹായം, അഗതികൾക്കുള്ള സഹായം എന്ന നാമകരണത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ കീഴിൽ എത്രയോ നാളുകളായി 13 വർഷമായി ഓരോ വർഷവും ഒരു പെൺകുട്ടിയെ എങ്കിലും കല്യാണം കഴിച്ചു വിടുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രസ്ഥാനത്തിന് അത് സാധിക്കുമെങ്കിൽ, അതുപോലെ ഇന്നാട്ടിലുള്ള ജമാഅത്തുകളും അതുപോലെ തന്നെ സന്നദ്ധ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ വലിയ വലിയ സംവിധാനങ്ങളുമൊക്കെ ഓരോ പെൺകുട്ടികളെയോ അവരവരുടെ കഴിവിനനുസരിച്ച് പെൺകുട്ടികളുടെ വിവാഹ പ്രശ്നം ഏറ്റെടുത്താൽ വിവാഹപ്രായമായി പുരനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളില്ലാത്ത വിധത്തിൽ നമ്മുടെ നാടുകൾ ശൂന്യമാകുകയില്ലേ? എല്ലാ കുട്ടികൾക്കും സനാഥത്വം നൽകാൻ ഓരോ മനുഷ്യന്റെയും ഒരു പെൺകുട്ടിയുടെ വിശിഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായ ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ഈ ഒരു ചെറിയ പ്രസ്ഥാനം, ഈ സംഘടനയും ഇതിന്റെ ചെറുപ്പക്കാരും സന്നദ്ധമാകുന്നത് പോലെ അവരവരാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അതെവിടെ എത്തുമായിരുന്നു? നമ്മുടെ നാടിന് അത്ര വലിയ നന്മയാകുമായിരുന്നു. സഹോദരങ്ങളെ, നാടിന് നന്മകളാകുന്ന ഇത്തരം നന്മ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാവുകയും ജീവിതം മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഉഴിഞ്ഞിട്ടതാക്കി മാറ്റിവെക്കുകയും ചെയ്യുന്നവന്റെ പേരാണ് മുസൽമാൻ. നിസ്കരിച്ചുകൊണ്ട് മാത്രം നടന്നാൽ, നിസ്കരിച്ചാൽ മതി, നിസ്കാരത്തെ ഞാൻ കുറവാക്കുകയല്ല,
ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ നിസ്കാരം ചെറുതാ, നിസ്കാരത്തിലൊന്നും വലിയ കാര്യമില്ലെന്ന് വിചാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അതങ്ങോട്ട് പറയുന്നത്. നിസ്കാരത്തിനൊരു പ്രാധാന്യം കുറച്ചാരെങ്കിലും കണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് അപകടമാണ്. പക്ഷേ നമസ്കാരം കൊണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ അവന്റെ മതം ശരിയായ രൂപത്തിൽ അവനിൽ ജീവിക്കുന്നത്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് അവൻ ഉടമയാകുന്നതെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ചെറിയ അധ്യായമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. വലുതൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. നിസ്കാരത്തിലൊക്കെ അധികം പേര് ഓതുന്ന ഒരു സൂറയാണ്. എന്താണ് ആ സൂറ? സൂറത്തുൽ മാഊൻ എന്നാണ് അതിന്റെ പേര്, അല്ലേ? സൂറത്തുൽ മാഊനിലൂടെ അള്ളാഹു പറയുന്നത് എന്താ? നമസ്കരിക്കാൻ കൽപ്പിച്ച, നമസ്കാരമില്ലാത്തവന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ലെന്ന് നമ്മെ പഠിപ്പിച്ച, കുഫറിന്റെയും ഇസ്ലാമിന്റെയും ഇടയിലുള്ള അന്തരം നമസ്കാരമാണെന്ന് നമ്മെ പഠിപ്പിച്ച, സത്യനിഷേധത്തിന്റെയും സത്യവിശ്വാസത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണെന്ന് നമ്മെ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സൂറത്തുൽ മാഊനിലൂടെ നമ്മളോട് പറയുന്ന എന്തെന്നറിയോ? വെറും നിസ്കരിച്ചിട്ട് ഞാൻ അള്ളാഹുടെ അടുത്തയാളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പാവപ്പെട്ട സൃഷ്ടികളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ കാണാതെ, അവന്റെ ദുഃഖങ്ങൾ അറിയാതെ, അവന്റെ ദുരിതങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാതെ, ഞാൻ അള്ളാഹുവിന്റെ ആളാണ്, ആരാധനക്കാരനാണെന്ന് പറഞ്ഞ് മുടങ്ങാത്ത നിസ്കാരം മാത്രമായി തന്റെ ഇസ്ലാമിക ജീവിതത്തെ പരിമിതപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളുമായി പരിശുദ്ധ ഖുർആനിലെ ചെറിയൊരു സൂറ, വളരെ ചെറിയൊരു സൂറ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊരു വലിയ യാഥാർത്ഥ്യം ഒളിപ്പിച്ചു വെക്കുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, നബിയെ അങ്ങ് കണ്ടോ? അല്ലാഹയാണ് ചോദിക്കണത്. ആരോടാ ചോദ്യം? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാറ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, നബിയെ അള്ളാഹുവിന്റെ മതത്തെ കളവാക്കിയവനെ, അള്ളാഹുവിന്റെ മതത്തെ തെറ്റായി പ്രതിനിധീകരിച്ചവനെ നബിയെ അങ്ങ് കണ്ടുവോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഈ ദീനുൽ ഇസ്ലാമിനെ തന്നെ കളവാക്കിയവനെ കണ്ടോ നബിയെ? നോക്ക്, ദീനുൽ ഇസ്ലാമിനെ കളവാക്കിയവൻ എന്നാണ് അള്ളാഹു പറയുകയാ. ഇത് ചോദിക്കുന്നത് റസൂലിനോടാ. അള്ളാഹുവിന്റെ ദീനിനെ, ദീനുൽ ഇസ്ലാമിനെ കളവാക്കി നടക്കുന്നവനെ കണ്ടോ നബിയെ? അതാരെന്നറിയോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അതാരാണ്? അനാഥയെ തള്ളി മാറ്റുന്നവൻ, അനാഥകളെ അവഗണിച്ചിട്ട് നടക്കുന്നവനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അനാഥകൾ, നാഥനില്ലാത്തവർ, പിതാവില്ലാത്ത യതീം, ശിരസിലൊന്ന് തലോടാൻ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കൊരു മിഠായി പൊതിയുമായി വൈകുന്നേരങ്ങളിൽ വീടുകളിലേക്ക് കയറി വരാൻ ഒരു പിതാവില്ലാതാകുന്ന ദുരവസ്ഥ, അത് നമുക്കൊക്കെ അനുഭവമില്ലാത്തവർക്ക് അത്ര മനസ്സിലാകുന്ന സംഗതിയല്ല. അത്തരത്തിലുള്ള പാവപ്പെട്ട അനാഥകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്കിടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അവരെ കാണാതെ, അവരെ അവഗണിച്ച് നടക്കുന്ന ആള്, അവൻ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും, അവൻ എത്ര വലിയ ഹാജിയാരാണെങ്കിലും, അവൻ എത്ര വലിയ നോമ്പുകാരനായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും, അവൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും, അവൻ അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കിയ കള്ളനാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. സഹോദരങ്ങളെ, ഓർത്തു വെക്കണം, ഇസ്ലാം എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളിൽ മാത്രം നമ്മുടെ കർമ്മ പരിപാടികളെ ചുരുട്ടിക്കൂട്ടിയിട്ട് ഞാനൊരു മുസ്ലിമായി, ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് സ്വർഗം ഉറപ്പായി, അതുപോലെ തന്നെ ഞാൻ വിളിച്ചാൽ എൻ്റെ ചൊൽപ്പടിയിൽ, എൻ്റെ വിളിപ്പാടകലത്തിൽ അള്ളയുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ എൻ്റെ പടച്ചവൻ പരിഹാരമാണ്, ഞാൻ അള്ളാടെ ആളാ, അടുപ്പക്കാരനാണെന്നൊന്നും ആരും സ്വയം എന്ന് പ്രഖ്യാപിക്കണ്ട. അള്ളാഹു നമുക്ക് മുമ്പിൽ തന്നിരിക്കുന്ന ഈ ദീൻ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും സർവതലസ്പർശിയായി പടർന്നു കിടക്കുന്ന ഒരു മതമാ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതം കൊണ്ട് ഈ ലോകത്ത് ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ഒരുപാട് മേഖലകൾ തുറന്നിട്ടിരിക്കുക. ഒരു മേഖലയിൽ നിന്നും പുറകോട്ട് പോകാൻ പറ്റില്ല. നമസ്കാരത്തിന്റെ ആരാധനകളുടെ വഴികളിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ലോകത്ത്
അവശത അനുഭവിക്കുന്ന അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീലന്മാർ, അവരുടെ സങ്കടമാരറിയാൻ. മതമത്ത വിത്തപ്രതാപമേ നീ നിന്റെ മതിരോത്സവങ്ങളിൽ സല്ലപിപ്പൂ. മലയാളത്തിന്റെ കവി പാടിയതാണ്. മതമത്ത വിത്തപ്രതാപമേ, മതത്തിന്റെ വലിയ പ്രതാപവും പേര് നടക്കുന്നവരെ, മതത്തിന്റെ മത്ത് പിടിച്ച്, അതുപോലെ തന്നെ പണത്തിന്റെയും മത്ത് പിടിച്ച് നടക്കുന്ന മതമത്ത വിത്തപ്രതാപമേ നീ നിന്റെ മതിരോത്സവങ്ങളിൽ പങ്കുകൊള്ളൂ. നീ നിന്റെ പണക്കൊഴുപ്പിന്റെ ആർഭാട ഘോഷങ്ങളുണ്ടല്ലോ, നീ അതിലൊക്കെ ഇങ്ങനെ പങ്കുകൊണ്ട് നടന്നോ, എന്നിട്ട് നീ നിന്റെ ജീവിതം ധന്യമായി എന്ന് മൂഢമായി നീ ഭാവിച്ചുകൊള്ളൂ എന്ന് പറയുന്ന അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരറിവോ. അവശന്മാരായി, ആർത്തന്മാരായി, ആലംബമറ്റവരായി നമുക്കിടയിൽ ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട മനുഷ്യർ, അവരുടെ സങ്കടമറിയാൻ നിനക്ക് കേൾപ്പില്ലെങ്കിൽ നീ വലിയ മതത്തിന്റെയും വിത്തത്തിന്റെയും പ്രതാപവും പേര് നടന്നിട്ട് എന്താ കാര്യം? മതത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ പണത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ട് നീ നിന്റെ മതിരോത്സവങ്ങളിൽ ഇങ്ങനെ പങ്കുകൊണ്ട് ആഘോഷിച്ചോ, നിന്റെ ജീവിതം വ്യർത്ഥമാണ് എന്ന് ആ കവി പറയുന്നത് വളരെ ശരിയാ. അള്ളാഹും അത് തന്നെയാ പറയണത്. നിങ്ങൾ കണ്ടോ, നബിയെ അങ്ങ് കണ്ടോ, മതത്തിലെ കള്ളന്മാർ, മതത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ യാതൊരു വാഗ്ദാനങ്ങൾക്കും അർഹതയില്ലാത്തവർ, മതത്തിന്റെ പേരിലുള്ള അള്ളാഹുവിന്റെ മുഴുവൻ വാഗ്ദാനങ്ങളും അവരുടെ ഒരു വാഗ്ദാനവും അവരുടെ കാര്യത്തിൽ പാലിക്കപ്പെടില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്, മതത്തിന്റെ ആളുകൾക്ക് ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാ ഓഫർ? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. വലില്ലാഹിൽ ഇസ്സത്തു, അല്ലാഹുവിനാകുന്നു ലോകത്തെ അന്തസ്, വലി റസൂലിഹി, അവന്റെ റസൂലിനുമാ, വലിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികൾക്കും ഈ ലോകത്ത് അന്തസ് ഉണ്ടായിരിക്കും. മുസ്ലിം ലോകത്തിന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലകളിൽ ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഒരു സമുദായം അല്ലേ? യൂറോപ്പിന്റെ പിൽക്കാല നവോത്ഥാനത്തിന്റെ മുഴുവൻ നടുനായകത്വം വഹിച്ച, യൂറോപ്പിന്റെ നെഞ്ചകത്ത് മുസ്ലിം സ്പെയിനിൽ 600 കൊല്ലം അരിയിട്ട് വാഴ്ച നടത്തിയ സമുദായം, അന്തസിന്റെ തിലകക്കുറി ചാർത്തി നിന്ന ഒരു സമുദായം, യൂണിവേഴ്സിറ്റികളും മാതുരാലയങ്ങള്, അതുപോലെ മെഡിക്കൽ കോളേജുകളും ഒക്കെയായി ലോകം സ്വപ്നം കാണുന്നതിനു മുമ്പ് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു സമുദായം, ഇസ്സത്തിന്റെ സമുദായം, ഇസ്സത്തിന്റെ സമുദായമാണ്. ഈ സമുദായത്തിന് ലോകത്ത് ഇന്ന് കാണുന്ന ഇസ്സത്തുള്ള, അന്തസ്സുള്ളതെന്ന് പറയപ്പെടുന്ന ഏതൊരു സമൂഹവും ഈ ലോകത്ത് ഉയർത്തു വരുന്നതിന് മുമ്പേ ഈ ലോകത്ത് വലിയ അന്തസ് ഈ സമുദായത്തിനുണ്ടായിരുന്നു. എപ്പോ? അള്ളാഹുവിന്റെ പ്രിയങ്കരായിരുന്നപ്പോൾ, അവന്റെ റസൂലിന്റെ വഴിയെ നടന്നപ്പോൾ, ആ വഴിയിൽ അവർ യഥാർത്ഥ വിശ്വാസത്തിന്റെ പതാക വാഹകരായിരുന്നപ്പോ ലോകത്ത്, ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ ലോക ചരിത്രം വായിച്ചു നോക്കണം. യൂറോപ്പേ, ഏത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ നാടുകളിൽ 600 കൊല്ലക്കാലം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം വൈകാത്ത നാളുകളിൽ ഒരു 2 നൂറ്റാണ്ട് പിന്നിട്ടപ്പോ യൂറോപ്പിന്റെ നെഞ്ചകത്ത് 600 കൊല്ലക്കാലം വിജ്ഞാനത്തിന്റെ, കലയുടെ, സാഹിത്യത്തിന്റെ, ശസ്ത്രക്രിയയുടെ, എങ്ങനെ എന്ത് വേണ്ട എല്ലാ വളർച്ചയുടെയും ഉജ്ജ്വല മാതൃകകളായി 600 കൊല്ലം യൂറോപ്പിനെ കീഴ്പ്പെടുത്തി ഭരിച്ച ഒരു സമുദായമായിരുന്നു. അള്ളാഹുവിനും അവന്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും അന്തസ്സുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ആളുകൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഏറ്റവും അന്തസ് കുറഞ്ഞ വർഗമല്ലേ എന്നാ ഇപ്പൊ നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് തോന്നുക. അങ്ങനെയൊന്നും അന്തസ് കേട്ടിട്ടൊന്നുമില്ല. വിശ്വാസമുള്ളവനല്ല അന്തസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപകടങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അന്തസ്സിനൊരൊടവുമില്ല. പക്ഷേ ലോകത്തിന്റെ മഹാഭൂരിപക്ഷത്തിന് ഇന്നലത്തെ നമ്മുടെ പൂർവികന്മാരുടെ അന്തസ് അവകാശപ്പെടാൻ പറ്റുമോ? കുറവ് വല്ലതും ഉണ്ടോ നമ്മുടെ കയ്യില്? കുറവ് വല്ലതും ഉണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ ടവറുകൾ ആരുടെ കയ്യിലാ? ആലോചിക്കുക സഹോദരങ്ങളെ. ലോകത്തെ ഏറ്റവും വലിയ ടവർ പെട്രോണാസ് ടവർ ആയിരുന്നു ഒരു കാലത്തെ വലിയ ടവർ. 800-ലധികം മീറ്റർ ഉയരമുള്ള പെട്രോണാസ് ടവർ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾക്കറിയാമല്ലോ, എവിടാണ്? ബുർജ് ഖലീഫ അല്ലേ, ദുബൈയില്. ഏറ്റവും വലിയ ടവറുകൾ ആരുടെ കയ്യിലാ?
1 കിലോമീറ്ററോളം പൊക്കത്തിൽ ആകാശം മുട്ടി നിൽക്കുന്ന ടവറുകളുടെ ഉടമസ്ഥന്മാർ ഇന്ന് നമ്മളാ. പക്ഷെ ലോകത്തിന്ന് നമുക്ക് അന്തസ്സ് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ എന്ന് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണക്കൊഴുപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാ മുന്നില്? പണത്തിലാരും പിന്നോക്കമല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടിക എടുത്താൽ ലോകത്ത് മുസ്ലിമീങ്ങളുടെ, മുസ്ലിം രാജാക്കന്മാരുടെ, മുസ്ലിം ഭരണാധികാരികളുടെ എണ്ണമാ മുമ്പിൽ നിൽക്കുക. എല്ലാമുണ്ട്. പണമുണ്ട്, പ്രതാപമുണ്ട്, കെട്ടിട സമുച്ചയങ്ങളുണ്ട്, ടവറുകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ നമുക്ക് അന്തസ്സ് നഷ്ടപ്പെട്ടു പോകാൻ കാരണം എന്തെന്നറിയോ? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിച്ച് അവൻ പറയുന്നത് കേട്ട് ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് അള്ളാഹ് അന്തസ്സ് കൊടുക്കുള്ളൂ. പണം ഉണ്ടായിട്ട് കാര്യമില്ല, രാഷ്ട്രങ്ങൾ അധികം ഉണ്ടായിട്ട് കാര്യമില്ല, അതുപോലെ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. അന്തസ്സ്, അഭിമാനം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു പറയുന്ന കേൾക്കണം. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുക, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മുഅ്മിനാണ് എന്ന് ആരവകാശപ്പെട്ടാലും അവൻ മുഅ്മിനല്ലെന്ന് അള്ളാഹ് പറഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലും അന്തസ്സുണ്ടോ? അന്തസ്സുണ്ടാവുമോ? അള്ളാഹ് പറയുന്നു ഇവൻ മുഅ്മിനല്ല, മതത്തെ കളവാക്കിയ കള്ളനാ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. അവൻ അനാഥകളെ പരിഗണിക്കാത്തവനാണ്. അനാഥകളെ പരിഗണിക്കാത്ത ഒരു സമൂഹത്തെ അള്ളാഹു പൊറുക്കില്ല, അള്ളാഹു അവരെ സ്നേഹിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും സാമർത്ഥ്യത്തെ ഒന്നും അല്ല അള്ളാഹ് സ്നേഹിക്കുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഉള്ളില് സാധുക്കളോട്, അഗതികളോട്, ദുർബലരോട്, അവശന്മാരോട്, ആർത്തന്മാരോട്, ആലംബഹീനരോട് നമ്മുടെ മനസ്സിൽ എത്രമാത്രം സ്നേഹമുണ്ട്, അനുകമ്പയുണ്ട്, ആദരവുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാ അള്ളാഹു നമുക്ക് ബഹുമാനം തരുന്നത്. ഇന്നലകളിൽ ഈ സമുദായം ദുർബലരെ പരിഗണിച്ചിരുന്ന സമുദായമായിരുന്നു. അതുകൊണ്ട് ഈ സമുദായത്തിന് അല്ലാഹു തആല ഔന്നത്യം നൽകിയിരുന്നു. ദുർബലരായി, യാചകന്മാരായി, തെരുവിലലയുന്നവരായി, പ്രയാസം അനുഭവിക്കുന്നവരായി, വീടില്ലാത്തവരായി, ഉണ്ണാനില്ലാത്തവരായി, ഉടുക്കാനില്ലാത്തവരായി ആരെയും അവരുടെ സൊസൈറ്റിയിൽ അവർ വെച്ച് പൊറുപ്പിക്കില്ലായിരുന്നു. അവർക്കൊക്കെ സനാഥത്വം നൽകാൻ ഇന്നലെ ഈ സമുദായം തയ്യാറായിരുന്നു. സഹാബാക്കളുടെ കാലം മുതൽ, താബിഈങ്ങളുടെ കാലം മുതൽ, പിൽക്കാലത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളും സമൂഹങ്ങളും ലോകത്തിന്റെ നെറുകയിൽ ഉജ്ജ്വലമായ ശോഭയോടുകൂടി വിരാജിച്ചിരുന്ന കാലങ്ങളിൽ അവർ അവരുടെ പാവപ്പെട്ടവരെ പരിഗണിച്ചിരുന്നു. പാവപ്പെട്ടവരെ പരിഗണിക്കാൻ നമുക്കിന്ന് മടിയാണ്. അപ്പൊ സമ്പന്നന്മാരങ്ങ് സമ്പന്നന്മാരായാൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അങ്ങ് ആഘോഷമല്ലേ. കയ്യിൽ കുറെ കാശ് കിട്ടിക്കഴിഞ്ഞാൽ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് മറ്റാഘോഷങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പൊടിച്ച് തീർക്കുകയല്ലേ, ധൂർത്തടിക്കുകയല്ലേ. സഹോദരങ്ങളെ, ഈ പ്രവണതകൾ ലോകത്ത് തിരുത്തപ്പെടേണ്ടത് അള്ളാഹുവിന് വലിയ വെറുപ്പുള്ളതാ. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹം, കയ്യിലെ കാശുണ്ടായിട്ടും അനാഥയെ പരിഗണിക്കാത്തവൻ, അവൻ അള്ളാഹുവിന്റെ മതത്തിന്റെ ആളെയല്ല, അവൻ കള്ളനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് യാതൊരു അവകാശവും അവനോ അത്തരത്തിലൊരു സമൂഹത്തിന് ഉണ്ടായിരിക്കില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. അഗതികൾക്ക് അന്നം കൊടുക്കുന്ന കാര്യത്തിൽ അവനൊരു പ്രേരണ പോലും കൊടുക്കുന്നില്ല ആർക്കും. അഗതികൾ, അന്നം കഴിക്കാൻ വകയില്ലാത്തവരുണ്ട്, നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. എല്ലാ ദിവസവും ഇറച്ചിയും മീനുമൊക്കെ എന്ത് വില കൊടുത്തും വാങ്ങി നമുക്കും നമ്മുടെ മക്കൾക്കും വീട്ടിൽ കഴിക്കാനും ഭുജിക്കാനും കുടിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന വീടുകളായതുകൊണ്ട് ആർക്കും പട്ടിണിയില്ല, പരിവട്ടമില്ല, ദാരിദ്ര്യമില്ലെന്ന് ആരും കരുതി പോകരുത്. നമുക്കിടയിൽ അഭിമാനം കൊണ്ട് വാതുറന്ന് പറയാൻ മടിയോടുകൂടി അന്തസ്സിന് ജീവനേക്കാൾ വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് അഗതികൾ നമുക്കിടയിലുണ്ട്. ആ അഗതികളെ കാണാത്തവൻ അവൻ അള്ളാഹുവിന്റെ മതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാ, ദീനിന്റെ ആളല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുമ്പോൾ ഇന്നിപ്പോൾ വലിയ വലിയ പ്രമാണിമാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പ്രമാണിത്വം മൂത്ത ആളുകൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർ വലിയ വലിയ കാര്യങ്ങൾ വേറെ ചെയ്യുന്നെന്നാണ് ഭാവം. പക്ഷേ ഫദാലിക്കല്ലദീ, ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലോ കേട്ടോ, ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുകയല്ല, ആകാൻ സാധ്യതയുമില്ല. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അഗതികൾക്ക് അന്നം കൊടുക്കുന്നതിൽ സഹായിക്കുന്നില്ലേ,
അവൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആളല്ല. അവൻ എന്ത് പറഞ്ഞാലും എത്ര അവകാശവാദം ഉന്നയിച്ചാലും അള്ളാഹു അവനെ അംഗീകരിച്ചിട്ടില്ല. അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് അവകാശവുമില്ല എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. അവൻ ദീനിനെ കളവാക്കിയെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നാ? അവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവൻ ആവശ്യക്കാരനാകുമ്പോൾ അള്ളാഹുവിലേക്ക് അവൻ പലതുകൊണ്ടും നാളെ ആവശ്യക്കാരനാകുമ്പോൾ അള്ളാഹു അവനെ തിരിഞ്ഞു നോക്കൂല എന്നാ പറയുന്നതിന്റെ അർത്ഥം. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. അപ്പൊ ആരാധനകളൊക്കെ വേണം. അള്ളാഹുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്നത് ഫർളായ ഇബാദത്തുകളാണ്. അതിന്റെ കവാടം തുറക്കുന്നത് ഫർളായ ഇബാദത്ത് കൊണ്ടല്ലാതെ അള്ളാഹുവിലേക്കുള്ള അടുപ്പം സിദ്ധിക്കാൻ പറ്റില്ല. നിസ്കാരമില്ലാത്ത നോമ്പില്ലാത്തവൻ എന്തെല്ലാം സാധു സംരക്ഷണം നടത്തിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന നല്ലവരായ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിലും നോമ്പിലും മാത്രം അവന്റെ ഇസ്ലാം ഒതുക്കി വെച്ചിട്ട് ഇത് മതി എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ തെറ്റിപ്പോയി. ഒരിക്കലും അത് ഇസ്ലാമല്ല. ഒരിക്കലും അത് ഇസ്ലാമല്ല. ഇസ്ലാം അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും പള്ളിമൂലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പർണാശ്രയങ്ങളിലോ കയറി ആരാധനകൾ മാത്രമായി കഴിഞ്ഞുകൂടാനും അള്ളാഹുവിന്റെ അടിമകളുടെ പ്രശ്നങ്ങൾ കാണാതിരിക്കാനും പ്രേരിപ്പിക്കുന്ന മതമേ അല്ല. ഇസ്ലാമിന്റെ പേരിലുള്ള ദുന്യവിയായ ഓഫറുകളും വാഗ്ദാനങ്ങളും, ദുനിയാവിലെ വിജയ വാഗ്ദാനങ്ങൾ, പരലോകത്തിലെ സ്വർഗ വാഗ്ദാനങ്ങളെല്ലാം ഈ ലോകത്ത് പടച്ച തമ്പുരാൻ നമുക്ക് തരുന്നത് നമ്മുടെ മതം നമ്മൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. മതം പൂർത്തീകരിച്ചാൽ നിനക്ക് ഈ ലോകത്ത് അന്തസ്സുണ്ട്. മതം പൂർത്തീകരിച്ചാൽ നിനക്ക് ലോകത്ത് സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ ഓഫർ അങ്ങനെയാ. മതം എത്ര കണ്ട് നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു അത്ര കണ്ട് ഈ ലോകത്ത് നിനക്ക് അന്തസ്സുണ്ട്. നിന്നിൽ എത്ര കണ്ട് മതം പൂർത്തീകരിക്കപ്പെടുമോ അത്ര കണ്ട് നിനക്ക് പരലോകത്ത് സ്വർഗത്തിന് അവകാശമുണ്ട്. ഈ രണ്ട് സംഗതികളും നമുക്കുണ്ടാകണം. ഈ രണ്ട് സംഗതികളും ഉണ്ടാകണമെങ്കിൽ മതം പൂർണ്ണമായ രൂപത്തിൽ വരണം. ഏതെങ്കിലും ചില മേഖലകളിൽ മാത്രം ഞാൻ മതത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ട് സമയവും സന്ദർഭവും പോലെ 5 നേരത്തെ നിസ്കാരത്തിന് പകരം പല ആളുകൾക്ക് ഇപ്പൊ 5 തന്നെ പാടാം. അത് ചിലപ്പോൾ 3 ആവും. പണ്ടാരോ പറഞ്ഞ പോലെ 5 വക്കത്തും സുബഹി നിസ്കരിക്കുന്ന ആളാണെന്ന് നല്ലൊരു നിസ്കാരക്കാരനെ കുറിച്ച് പറഞ്ഞ. കാരണം 5 വക്കത്തും സുബഹി വരുന്നില്ല. അതുകൊണ്ട് 5 വക്കത്തും സുബഹി നിസ്കരിക്കുന്ന ആളാണെന്ന് പ്രത്യേകം പറയേണ്ടി വരുന്ന വിധത്തിൽ അള്ളാഹു നിർബന്ധമാക്കി 5 നേരത്തെ നിസ്കാരത്തിൽ പോലും വീഴ്ചകൾ വരുത്തുന്നവരായി നമ്മൾ മാറുമ്പോ അതിന്റെ ദുരന്തം എന്തെന്നറിയോ? അള്ളാഹു പറയുകയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഒരു പറ്റം നിസ്കാരക്കാർക്കാകുന്നു സർവനാശങ്ങളുമെന്നല്ലാഹ്. എന്തൊരു വാക്കാത്! നിസ്കരിച്ചിട്ട് ഏതായാലും എന്നെ ഇനി അള്ളാഹ് ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു ദോഷം അള്ളാഹ് വരുത്തില്ല എന്ന് സമാധാനപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമസ്കാരക്കാരൻ നിസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹ്, നിസ്കരിക്കാൻ കൃത്യമായ കർക്കശമായ നിർദ്ദേശങ്ങൾ നൽകിയ പടച്ച തമ്പുരാൻ അതിന്റെ വഴികൾ പറഞ്ഞു തന്ന ഹബീബിലൂടെ നമ്മളോട് പറയുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഒരു പറ്റം നിസ്കാരക്കാർക്കാണ് സർവനാശങ്ങളുമെന്ന്. അല്ലാഹു, പിന്നെന്താ സ്ഥിതി? ഒരു പറ്റം നിസ്കാരക്കാർക്കാണ് സർവനാശങ്ങളും. എന്താണ് ആ നിസ്കാരക്കാരുടെ പ്രത്യേകത എന്നറിയോ? അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തിൽ അങ്ങേയറ്റം അലസന്മാരാണ്. നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. നിസ്കാരത്തിന് അതിൻ്റെതായ കൃത്യത വേണം. നിസ്കാരത്തിന് അതിൻ്റെതായ ചിട്ടകൾ വേണം. നിസ്കാരത്തിന് അതിൻ്റെതായ സൂക്ഷ്മത വേണം. അല്ലാഹ് പറയുകയാണ്, നിസ്കരിക്കും ഞാനും നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞു നടക്കും, പക്ഷേ അൻ സലാത്തിഹിം സാഹൂൻ, അവരുടെ നിസ്കാരത്തിൽ അലസരാണ്. നിസ്കാരത്തെ തൊട്ട് അവർ അലസരാ എന്ന് പറഞ്ഞാൽ എന്താ? തോന്നിയാൽ സൗകര്യപ്പെട്ടാൽ നിസ്കരിക്കും, യാത്ര ചെയ്താൽ നിസ്കാരമില്ല, ആഘോഷം ഉണ്ടായാൽ നിസ്കാരമില്ല, വീട്ടിൽ കല്യാണമാണെങ്കിൽ നിസ്കാരമില്ല, നല്ല ഉറക്കമാണെങ്കിൽ സുബഹി നിസ്കാരമില്ല. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലസന്മാരായ നിസ്കാരക്കാർ, അവരെ നിസ്കാരക്കാരെന്ന് തന്നെ അള്ളാഹ് വിളിക്കണേ. ഓർക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിസ്കരിച്ചിട്ട് നരകം വിലയ്ക്ക് വാങ്ങുന്ന ഒരു പറ്റ ആളുകളുണ്ടെന്നുള്ള പറയാം. നിസ്കരിച്ചിട്ട് നരകം വിലയ്ക്ക് വാങ്ങുക. എന്തിനായി പണിക്ക് പോണേ? എന്തിനായി പണിക്ക് പോകുന്നത്? അപ്പൊ നിസ്കാരം അതിന്റെ ശരിയായ രൂപത്തിൽ വരണം. നിസ്കരിച്ചിട്ട് അല്ലാഹ് പറയുകയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണ്. നമസ്കാരത്തിൽ അലസത കാണിക്കരുത്.
നമസ്കരിക്കാൻ പങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമസ്കാരത്തിന് ജമാഅത്തായി എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ ജമാഅത്തായി എത്തിച്ചേർന്ന് നമസ്കാരത്തിൽ പങ്കുകൊള്ളണം. നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവർ നിസ്കരിക്കുന്നവരായ നരകവാസികളാണ്. അല്ലാഹു പറയാ, നിസ്കരിച്ചിട്ട് നരകം വാങ്ങുന്നവരാണ്. അതുപോലെ തന്നെ ഒരു വഖത്ത് നമസ്കാരം ഖളാ ആകാതെ നോക്കണം. യാത്രയിലായാലും അതുപോലെ തന്നെ ഉറക്കം നമ്മളെ മറികടന്നു പോയാൽ അല്ലാഹു തആല അതിനൊരു ഒഴിവ് വെച്ചിട്ടുണ്ട്. പക്ഷേ വെറുതെ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ കയറിക്കിടന്ന് ഉറങ്ങിക്കളയുക പോലും ചെയ്യരുത്. നമസ്കാരം എന്ന ഒരു ജാഗ്രത ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും പച്ചപിടിച്ച് നിന്നെങ്കിലല്ലാതെ അവന്റെ മതം അവന് സാക്ഷാത്കരിക്കാനാവില്ല. മതത്തിന്റെ പേരിലുള്ള വാഗ്ദാനങ്ങൾക്ക്, പ്രോമിസുകൾക്ക് ഒരു സമൂഹം എന്നുള്ള നിലയിലോ വ്യക്തി എന്നുള്ള നിലയിലോ നമ്മൾ അർഹരല്ല. അല്ലാഹു പറയുക, ഇന്ന് മുസ്ലിം ലോകത്തിന്റെ അധപ്പതനത്തിന്റെ വലിയ കാര്യം അതാ. നമസ്കാരം എന്നൊക്കെ പറയുന്ന അവരുടെ ഏറ്റവും അവസാനത്തെ 7ാം കിട സാധന. അതുപോരാ, നമസ്കാരത്തിന് വലിയ പ്രാധാന്യം വേണം. അല്ലാഹു പറയുകയാണ്, ഈ കുഴപ്പക്കാർ, ദീനിനെ തള്ളിപ്പറയുന്ന മതത്തിലെ കള്ളന്മാർ, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വിലയും നിലയുമില്ലാത്തവർ, അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാത്തവർ, അവരുടെ സാമൂഹിക പ്രശ്നങ്ങളിലോ രാഷ്ട്രീയ പ്രശ്നങ്ങളിലോ ദേശീയ പ്രശ്നങ്ങളിലോ അള്ളാഹു ഇടപെടാത്തവർ. എങ്ങനെയാ മതത്തെ കളവാക്കിയവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാ. ദേശീയ സാഹചര്യങ്ങൾ അല്ലോ എന്നും പറഞ്ഞ് നമ്മൾ വെട്ടി നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആഗോള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. നിസ്കരിച്ചിട്ടല്ലേ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫവൈലുൽ മുസല്ലീൻ, നരകം വിലയ്ക്ക് വാങ്ങുന്ന നിസ്കാരക്കാരനാണോ ഞാനെന്ന് ഓർക്കണം നമ്മൾ. ആ ദുആ ഒന്നും അള്ളാഹുവിൻ്റെ ഇടയ്ക്ക് വില പോകില്ല. അങ്ങനെയുള്ള നിസ്കാരക്കാരുടെ വേറൊരു വലിയ കുഴപ്പം അല്ലാഹു തആല പറയുക, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത നിസ്കാരം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടുകൂടിയുള്ള നിസ്കാരം ആർക്ക് കിട്ടിയോ അവൻ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ശ്രദ്ധയോടുകൂടി 2 റക്അത്ത് നമസ്കരിച്ച് ശ്രദ്ധയുള്ള നമസ്കാരക്കാരൻ ഒരു ആവശ്യം വന്നാൽ ആ ശ്രദ്ധയോടുകൂടി 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹയോട് ചോദിച്ചാൽ അവന്റെ ആവശ്യം അള്ളാഹ് നടത്തി കൊടുക്കുന്ന, അതാ നിസ്കാരത്തിന്റെ ഗുണം. എന്തിനാ? പക്ഷെ ആ നമസ്കാരക്കാരൻ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നിസ്കരിക്കുന്നവനല്ല. അവന്റെ ജീവിതത്തിൽ ശ്രദ്ധയുള്ള, അലസതയില്ലാത്ത നിസ്കാരക്കാരൻ ഏതേത് സാഹചര്യത്തിലും നമസ്കാരം അള്ളാഹുവിന്റെ ആജ്ഞയാണെന്നറിഞ്ഞുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്ന മുടങ്ങാത്ത നിസ്കാരക്കാരനുണ്ടല്ലോ, ആ നിസ്കാരക്കാരൻ അവന്റെ ആവശ്യം വരുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു സലാത്തുൽ ഹാജത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ അവന്റെ ആവശ്യം നടത്തി കിട്ടും. അനുഭവസ്ഥരുണ്ടല്ലോ ധാരാളം, പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫവൈലുൽ മുസല്ലീന അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അലസന്മാരായ നരകത്തിന്റെ ആളുകളായി മാറുന്ന ഒരു പറ്റം നിസ്കാരക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുക, അല്ലദീന ഹും യുറാഊൻ, അല്ലദീന ഹും യുറാഊൻ, അവര് എന്തെങ്കിലും ചെയ്താൽ ആളെ കാണിക്കാനേ ചെയ്യുള്ളൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. അവർ നന്മയൊന്നും ചെയ്യാത്തവരൊന്നുമല്ല, പക്ഷെ അവർ ചെയ്യുന്ന നന്മയൊന്നും അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കില്ല. ചിലപ്പോൾ കാശും മുടക്കും, സഹായങ്ങളും ചെയ്യും, സാധുജന സംരക്ഷണവും ചിലപ്പോൾ ചെയ്തെന്ന് വരും. പക്ഷെ അവരെന്ത് ചെയ്താലും അല്ലദീനഹും യുറാഊൻ, അവര് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാ. അല്ലദീനഹും യുറാഊന, എന്തെങ്കിലും ചെയ്താൽ അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുടെ അടുത്ത സ്വഭാവം അല്ലാഹു തആല പറയുക, വയംനഉനൽ മാഊൻ, ആള് കാണുന്നില്ലെന്ന് കണ്ടാൽ നിസ്സാരമായ ഒരു പരോപകാര വസ്തുക്കൾ പോലും അവൻ വേറൊരാൾക്ക് കൊടുക്കൂല. ആള് കാണാൻ വേണ്ടി ചിലപ്പോൾ ഓഫർ ചെയ്യും 50,000, ആള് കാണാൻ വേണ്ടി ചിലപ്പോൾ ഓഫർ ചെയ്യും 10,000, ആള് കാണാൻ വേണ്ടി പല നന്മകളും ചെയ്യുന്നതായി അവൻ നടിക്കും, ഭാവിക്കും. പക്ഷേ കൺവെട്ടത്തുനിന്ന് മറഞ്ഞാൽ ആള് കാണാനില്ലെങ്കിൽ വയംനഉനൽ മാഊൻ, ഒരു പാവപ്പെട്ടവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വയറ് വിശക്കുന്നുണ്ടെന്ന് മുമ്പിൽ വന്നു നിന്ന് യാചിച്ചാൽ അവൻ ഒരു 50 രൂപ അവന്റെ കൈവശം എടുത്ത് വെച്ചു കൊടുക്കാൻ അവന് മനസ്സുണ്ടാവുകയില്ല. വയംനഉനൽ മാഊൻ, നിസ്സാരമായ പരോപകാര വസ്തുക്കൾ പോലും അവൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തടയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ഇത്തരത്തിലുള്ള വളരെ മോശമായ മനസ്സിന്റെ ഉടമകളായിട്ടാണോ നമ്മൾ ഓരോരുത്തരും നിലനിന്ന് പോകുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്വയം വിലയിരുത്തണം. ആരും മറ്റാരെയും വിലയിരുത്താൻ പോകരുത്. ആരും കാണാത്തിടത്ത് വെച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന് വീട്ടിലൊരാൾ വന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ഒരാൾ അനിഷ്ടം പ്രകടിപ്പിച്ചു. എന്നൽ മാഊൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊച്ചു കൊച്ചു കാര്യങ്ങള്, കൊട്ട, വട്ടി, വാരി, കോരി, ഉപ്പ്, അതുപോലെ തന്നെ വെള്ളം,
ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചാൽ, വീട്ടിലെ അയൽക്കാരൻ വന്നിട്ടൊരു തൂമ്പ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു മാന്തി ചോദിച്ചാൽ, ഒരു കോരി ചോദിച്ചാൽ, ഒരു കോടാലി ചോദിച്ചാൽ, ഒരു വാക്കത്ത് ചോദിച്ചാൽ അതൊന്ന് കൊടുത്തേക്കാം. അതുകൊണ്ട് എന്ത് ഛേദം വരാനാണ്? ഇനി വന്നാലും നട്ടം വന്നാലും ഇത്രയ്ക്കല്ലേ ഉള്ളൂ എന്നൊന്ന് വിചാരിച്ച് അവൻ അത് കൊടുക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ മുഖത്ത് അതിൻ്റെ നീരസം പ്രകടിപ്പിക്കുന്ന വ്യക്തി, ആ വ്യക്തി ഈ ലോകത്ത് നല്ലത് ചെയ്യുന്നു, നിസ്കാരക്കാരനായി നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ നിസ്കാരത്തിലെ അലസനാണ്. ജാഗ്രതയുള്ള നിസ്കാരക്കാരനിൽ നിന്ന് അത് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യരായി നമ്മെ കബൂലാക്കുന്നതിന് അടയാളമായി തീരുന്ന ഗുണങ്ങളെ ഈ ചെറിയ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലെ ജനത എന്താണ് ഇന്ന് എൻ്റെ സ്ഥിതി, എൻ്റെ അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഞാൻ എവിടെയാ നിൽക്കുന്നത്, എൻ്റെ മനസ്സ് പരോപകാരത്തിന് പാകമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. പരോപകാരത്തിന് പാകമാണോ നമ്മുടെ മനസ്സ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമസ്കരിച്ചു, നല്ല കാര്യമാണ്. നോമ്പ് വെച്ചു, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്തു, നല്ല കാര്യമാണ്. പക്ഷേ പരോപകാരം ചെയ്യാനുള്ള പാകത എൻ്റെ മനസ്സിന് ഇതുവരെ വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് എന്ത് സ്ഥാനമാണെന്ന് തീരുമാനിക്കാൻ. ഈ ലോകത്തും പരലോകത്തും പടച്ചവന്റെ മുമ്പിൽ നമ്മുടെ സ്ഥാനം തീരുമാനിക്കാൻ ഈ ആയത്തിനെ മുമ്പിൽ വെച്ചാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് ഖുർആനൊന്നും പഠിക്കാൻ പോകണ്ട. ഈ ഒരു കൊച്ചു സൂറത്ത് മാത്രം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായി മാറും. നമസ്കരിക്കണം, ശ്രദ്ധയോടുകൂടി നിസ്കരിക്കണം. അതുപോലെ തന്നെ അത് പറയുന്നതോടുകൂടി അള്ളാഹു തആല നമ്മോട് പറയുന്നത്, മനുഷ്യന്റെ പരോപകാരങ്ങൾ അവൻ അനാഥയെ അവഗണിക്കില്ല, അഗതിയെ അവൻ തള്ളിമാറ്റുകയില്ല, അനാഥകളെയും അഗതികളെയും പരിഗണിക്കാനുള്ള മനസ്സുണ്ടാകും. ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, അഗതിക്ക് അന്നം കൊടുക്കാനൊന്നും അവൻ്റെ കൈ കാശില്ലെങ്കിൽ അവൻ മുതലാളിയാണെങ്കിലോ അല്ലെങ്കിലോ പൈസയ്ക്ക് വകയില്ലാത്ത ഒരു സാധുവാണ്, മനസ്സൊക്കെ ഉണ്ട്. അവിടെയാണ് അല്ലാഹു തആല പറഞ്ഞത്, എന്താ പറഞ്ഞത്? അൽ യതീം, യതീമിനെ അവൻ അവഗണിക്കുന്നു. യദുൽ യതീം, യതീമിനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പറഞ്ഞെന്തെന്നറിയോ? വലാ യഹുൽ. യതീമിനെ അവഗണിക്കുക, പരിഗണിക്കുക എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. എന്താണ്? യതീമിന് ഒരുപാട് നമ്മൾ കൊടുത്തുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ എല്ലാ യതീമും ദരിദ്രനായിരിക്കില്ല. എല്ലാ യതീമും ദരിദ്രനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സമ്പന്നരായ യതീമുമാരുണ്ടാകും. പക്ഷെ യതീമിനെ പരിഗണിക്കാതിരിക്കുക, അവനെ യതീമല്ലേ, അവൻ അനാഥനല്ലേ എന്ന വിധത്തിൽ അവനെ അവഗണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് താങ്ങാനാവാത്തതാണ്. അതുകൊണ്ട് അനാഥനെ അവഗണിക്കുന്നതാണ് പ്രശ്നം. ഒരു അനാഥ കുട്ടിയെ കണ്ടാൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കണം. നന്മകൾ അങ്ങനെയാ സമൂഹത്തിൽ ഉണ്ടാകണ്ടേ. നമ്മൾ ഓരോരുത്തരും കൊച്ചു കൊച്ചു നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ വസന്തം തീർക്കണം. നമ്മളെ കാണുമ്പോൾ ഒരാൾ പറയണം, അയാൾക്ക് തോന്നണം ഇയാൾ ഒരു നന്മ നിറഞ്ഞ മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു നന്മ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു സലാം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു പുഞ്ചിരി അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു ഹസ്തദാനം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു ചേർത്ത് പിടിക്കൽ അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ശിരസ്സിൽ അവന്റെ കൈ കൊണ്ടൊരു തലോടൽ അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ അഗതികളെ, അനാഥരായ ആളുകളെ പരിഗണിക്കുക, അനാഥരായ ആളുകൾക്ക് മാന്യത നൽകുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ സംസ്കാരമായിരിക്കണം. പടച്ച തമ്പുരാൻ നമുക്കൊക്കെ ഇതിന് ഭാഗ്യം തരട്ടെ. കാര്യം നിസ്സാരമായിട്ട് കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനാഥരുടെ കാര്യം അങ്ങനെയാണ് പറഞ്ഞത്. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞത്, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാവൂന അലാ തആമിൽ മിസ്കീൻ. ഇതേ ഭാഷയിലാണ് അല്ലാഹു സൂറത്തുൽ ഫജ്റിലും പറഞ്ഞത്. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. ഇല്ല, ഇവരത്ര നല്ലവരൊന്നുമല്ല, ഇവർ ഗുണമുള്ളവരല്ല. എന്തുകൊണ്ട്? വല്ല തുക്രിമൂനൽ യതീം. അനാഥയെ അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല. അനാഥയ്ക്ക് ഒരു റെസ്പെക്ട് വേണം. വാപ്പയുള്ള, അതുപോലെ തന്നെ നാഥനുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് സമൂഹം നൽകുന്ന പരിഗണന ഒരു പക്ഷേ പിതാവില്ലാത്ത, പിതാവിന്റെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിന്റെ പുത്രനല്ലാത്ത ഒരു സാധുവായ ഒരു കുട്ടിക്ക്, അവനിന് സമ്പന്നനാണെങ്കിൽ പോലും കിട്ടിയെന്ന് വരില്ല. ഇന്നയാളുടെ വലിയ വാപ്പാടെ മോനാണെന്നൊന്നും പറയൂലല്ലോ. അതുകൊണ്ട് അവന് പലപ്പോഴും റെസ്പെക്ട് കിട്ടൂല. അള്ളാഹു പറയുന്നു, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. നിങ്ങൾ
അനാഥയെ ബഹുമാനിക്കുന്നില്ല. അനാഥയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. നമ്മുടെ സമൂഹത്തിൽ അനാഥരായ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നമ്മളൊരു പരിഗണന കൊടുക്കണം. ആ പരിഗണന ഈമാന്റെ അടയാളമാണ്, വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. അവനിൽ അള്ളാഹുവിന്റെ ദീൻ മതം ജീവിക്കുന്നു, ഇസ്ലാം ഉണ്ടെന്നുള്ളതിന്റെ അടയാളമാണ്. ആരും പറയണ്ട നമ്മളിൽ അള്ളാഹുവിന്റെ ദീൻ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹ് പറഞ്ഞെന്താ, വലാ തഹല്ലൂന അലാ തആമിൽ മിസ്കീൻ, അഗതിക്ക് അന്നം കൊടുക്കുന്നതിൽ അവൻ പ്രേരിപ്പിക്കുന്നുമില്ലല്ലോ, നിങ്ങൾ പ്രേരിപ്പിക്കുന്നില്ലല്ലോ. അഗതിക്ക് അന്നം കൊടുക്കുന്ന കാര്യത്തിൽ നിന്റെ കൈവശം കൊടുക്കാനുള്ളതില്ല. ഒരഗതിയായ ഒരു മനുഷ്യനല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അവനെ തീറ്റിപ്പോറ്റാൻ, അവന് ഭക്ഷണം കൊടുത്ത് അവന്റെ വയറ് നിറയ്ക്കാൻ നിന്റെ കയ്യിലില്ല. ഓക്കെ, അത് സംഭവിക്കാം. പക്ഷേ വലാ തഹാല്ലൂൻ, അത് പരസ്പരം പറഞ്ഞ് അത് ചെയ്യാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ നിനക്ക് പറ്റില്ലേ? അള്ളാഹു ചോദിക്കുന്നതാണ്. സൂറത്തുൽ മാഊനിലും സൂറത്തുൽ ഫജ്റിലും അല്ലാഹു തആല അഗതിയുടെ അന്നത്തിന്റെ കാര്യം പറയുമ്പോൾ വലാ തഹാല്ലൂൻ, നിങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ പാടില്ലേ? ഈ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ അന്നത്തിന് വകയില്ലാത്ത അഗതികളുണ്ട് എങ്കിൽ ആ അഗതികൾ ആരാണെന്നൊന്ന് അന്വേഷിക്കാൻ പാടില്ലേ? അന്വേഷിച്ചിട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ, കൂട്ടുകാരാ പാവപ്പെട്ട ഒരു വീടാണിത്, ആ വീട്ടിൽ പലപ്പോഴും തീ പുകയുന്നില്ല, എനിക്കറിയാം, അവനൊരു 10 കിലോ അരി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം, നിന്റെ കയ്യിൽ കാശുണ്ടോ? എൻ്റെ കയ്യിൽ തൽക്കാലം കാശില്ലല്ലോ എന്ന് നിനക്ക് പറയാനാവുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മുസ്ലിമായി അള്ളാഹ് പരിഗണിച്ചിട്ടില്ല. നാം ഒരു മുസ്ലിം അല്ല, പിന്നെന്ത് മുസ്ലിമാ? മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നാം മുസ്ലിമാണെന്ന് പറയുന്നതും നാം മുസ്ലിം അല്ലാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളെ കൊണ്ട് ഒരഗതി അന്നം കഴിക്കാൻ വകയില്ലാത്ത ഒരഗതി ഉണ്ടെങ്കിൽ, നമുക്കവന്റെ അന്നത്തിന് വകയുണ്ടാക്കി കൊടുക്കാനാവുന്നില്ലെങ്കിൽ, ആ അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങളെങ്കിൽ നിങ്ങൾ മതത്തെ കളവാക്കിയ കള്ളന്മാരാണ്. നിങ്ങൾ നമസ്കരിക്കുന്ന നിസ്കാരമെന്ന് പറയുന്നത് ഫവൈലുൽ മുസല്ലീൻ, നരകക്കാരുടെ നിസ്കാരമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാ. അല്ലാഹു തആല നമുക്ക് നല്ല നിസ്കാരക്കാരായി മാറാൻ, ദീനിനെ അതിന്റെ ശരിയായ രൂപത്തിൽ പ്രതിനിധാനം ചെയ്യാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് നുസ്രത്തുൽ മസാക്കീൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ സംഘടന നമ്മളെ യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ ചെയ്യാൻ കഴിയാത്ത കാര്യം നമ്മുടെ എല്ലാം പിന്തുണയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയും, ഓ അവരത്രയ്ക്ക് അത്ര പോരാ. ശരിയായിരിക്കാം, എല്ലാം തികഞ്ഞവരായിരിക്കില്ല. തികഞ്ഞവരാന്ന് പറയുന്നവർ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മൾ പിന്തുണയെങ്കിലും നൽകി. നോക്കൂ, 13 വർഷമായിട്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നല്ല തുക വേണ്ടേ? 10 പവൻ കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞല്ലേ? 10 പവൻ കൊടുക്കണമെങ്കിൽ ഇന്നത്തെ തുക അനുസരിച്ച് ചില്ലറ തുകയൊന്നും പോരല്ലോ അല്ലേ? 10 പവൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 6 ലക്ഷം രൂപയ്ക്ക് വകയാ. അപ്പൊ 10 പവൻ ഒരു പെൺകുട്ടിക്ക് ഒരു കൊല്ലം ഏത് വിധേനയും മറ്റുള്ളവരെ പ്രേരിപ്പിച്ച് ആ തുക കണ്ടെത്തി ഒരു പെൺകുട്ടിയുടെ മംഗല്യമോഹം സബലീകരിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതിനോട് സഹകരിക്കുന്ന ഈ നാടിനെയും നാട്ടാരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് മാർഗദർശനം നൽകുന്ന പണ്ഡിതന്മാരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ എല്ലാ നാടുകളിലും എല്ലാ കോണുകളിലും ഇത്തരത്തിലുള്ള നന്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഇസ്ലാം എന്ന് പറയുന്നത് സമഗ്രമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സമഗ്രമാണ്. കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിക സമൂഹം എവിടെയുണ്ടോ അവിടെ കാരുണ്യ പ്രവർത്തികളാൽ ആ സമൂഹം എന്നും സജീവമായിരിക്കും. കരുണ പറ്റിയ മനസ്സിന്റെ ഉടമകളായി ഒരിക്കലും ഒരു ഇസ്ലാമിക സമൂഹത്തെ കാണാനാവില്ല, ഒരു വ്യക്തിയെ കാണാനാവില്ല. അവർക്കൊരിക്കലും ക്രൂരരാകാനാവില്ല. കാരുണ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്മയാണ്, റഹ്മത്താണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന് അള്ളാഹു വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന കാര്യം നമ്മൾ ഓർക്കണം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് വന്നിറങ്ങാൻ നമ്മുടെ ഉള്ളിൽ കാരുണ്യമുണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർത്തോളൂ, കാരുണ്യം നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കരുണയുണ്ടാകുന്നത്. നമ്മൾ പരസ്പരം ആളുകൾ 10 പേര് കൂടുന്നു, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുന്നു, ഒരു സംഘം ഉണ്ടാക്കുന്നു, ഒരു സംഘടന ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർ പലപ്പോഴും പല കാര്യങ്ങളിലും ഒറ്റയ്ക്കിരുന്ന് മാറിയിരുന്ന് ആലോചിക്കുന്നു. അത്തരം ആലോചനകളിൽ ഒരു ഖൈറുമില്ല. അല്ലാഹ് പറയുകയാണ്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അല്ലാഹു പറയുകയാണ്,
ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. ആ ജനങ്ങളുടെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചേരിതിരിഞ്ഞുള്ള ആലോചനകളിലൊന്നും ഒരു ഗുണവുമില്ല, ഒരു നന്മയുമില്ല. സംഘം ചേർന്ന്, പാർട്ടി ചേർന്ന്, സംഘടന ചേർന്ന്, പക്ഷം ചേർന്ന് ആളുകൾ ആലോചിക്കുന്ന ആലോചനകളിലൊന്നും ഒരു ഗുണവുമില്ല. ഇല്ലാമൻ അമറ ബിസ്സദഖ. അല്ലാഹു പറയുകയാണ്, ദാനധർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ആലോചനകളുണ്ടോ അതിൽ മാത്രമേ ഖൈറുള്ളൂ. എങ്ങനെ നമുക്ക് ആളുകളെ പ്രേരിപ്പിച്ച് ഒരു ദാനം ചെയ്യിക്കാം, എങ്ങനെ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാം, എങ്ങനെ ഒരു പാവപ്പെട്ടവനുണ്ട് ഇവിടെ നമുക്കിടയിൽ അവനൊരു വീട് കെട്ടിക്കൊടുക്കാം, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വകയില്ല, പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, അവളെ എങ്ങനെ അല്ലെങ്കിൽ അവനെ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കാം എന്നൊറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന ആലോചനകൾ അല്ലാത്ത ആലോചനകളിൽ ഒരു ഖൈറുമില്ല. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. അവരിൽ അധികം പേരുടെയും അടക്കം പറച്ചിലുകളിലും ഗൂഢമായ ആലോചനകളിലും യാതൊരു ഖൈറുമില്ല. ഇല്ലാമൻ അമറ ബിസ്സദഖ. ദാനധർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ആലോചനകളില്ലാതെ, ഔ മഅറൂഫിൻ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്ന ആലോചനകളിലല്ലാതെ, ഔ ഇസ്ലാഹിം ബൈനന്നാസ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ എന്തോ ചില പ്രശ്നങ്ങളിൽ അവർക്കിടയിൽ അവസരങ്ങളുണ്ടായി, വിള്ളലുകളുണ്ടായി, ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളാണ്, ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് ഏകാന്തതയിൽ കൂടിയിരുന്ന് ആലോചിക്കുന്ന ആലോചനകൾ ഉണ്ടെങ്കിൽ ആ ആലോചനകളിലല്ലാതെ മറ്റ് ഒരു ആലോചനകളിലും യാതൊരു ഖൈറുമില്ല എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ കൂടിയാലോചനകൾ, നമ്മുടെ അടക്കം പറച്ചിലുകൾ, നമ്മുടെ ഒറ്റയ്ക്കിരുന്നുള്ള നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങളിൽ ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾക്ക് ഇടമുണ്ടോ? എന്താണ് ആ കാര്യം? ഒന്ന് സദഖ. ആർക്കെങ്കിലും ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണോ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടിയേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ കൂടിയേ, എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് അടക്കം പറഞ്ഞത് അതിനു വേണ്ടിയാണോ? അങ്ങനെയുള്ള ഒരടക്കം പറച്ചിൽ ഇന്ന് നടത്തിയവരാരുണ്ട്, ഇന്നലെ നടത്തിയവരാരുണ്ട്, ഈ ആഴ്ച നടത്തിയവരാരുണ്ട്, ഈ മാസം നടത്തിയവരാരുണ്ട്? എന്നിട്ടും നമ്മൾ അടക്കം പറച്ചിലുകാരായി ഇസ്ലാമിന്റെ വക്താക്കളായി നമ്മൾ ചമയുകയാണെങ്കിൽ തെറ്റിപ്പോയി. നമ്മൾ എത്രയോ അടക്കങ്ങൾ പറഞ്ഞു, എത്രയോ ആലോചനകൾ നടത്തി, എത്രയോ ചേരിതിരിഞ്ഞുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. എവിടെയെങ്കിലും ഒരു സദഖ നമ്മുടെ ചർച്ചയുടെ വിഷയമായോ? എങ്കിൽ ഒരു ഖൈറുമില്ല നിങ്ങൾ നടത്തിയ വർത്തമാനങ്ങളിൽ. അല്ലാഹു പറയാം, നിങ്ങൾ ഇതുവരെ നടത്തിയ വർത്തമാനങ്ങളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിലയുള്ള ഒരു ഖൈറുമില്ല. നിങ്ങളുടെ ആയുസ് വെറുതെ പാഴായിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ദിവസം സൂര്യൻ ഉദിച്ചു, എത്രയോ ദിവസം സൂര്യൻ അസ്തമിച്ചു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നന്മ പ്രവർത്തികൾ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഓരോ ദിവസവും കൃത്യമായ നിലയിൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, ചിട്ട തെറ്റാതെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നു അതിനാ. പക്ഷേ ആ സൂര്യപ്രകാശത്തിന്റെ കീഴിൽ നിങ്ങൾ വല്ല നന്മയും ചെയ്തോ? ദാനധർമ്മങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ആലോചനകൾ നിങ്ങളുടേതായി നടന്നോ? ഈ ദിവസം നടന്നോ? ഈ ആഴ്ച നടന്നോ? ഈ മാസം നടന്നോ? അൽഹംദുലില്ലാ. നുസ്രത്തുൽ മസാക്കിന്റെ മക്കൾക്ക് അങ്ങനെ പറയാം, ഞങ്ങളുടെ ആലോചന അതായിരുന്നു. എങ്ങനെ നമ്മുടെ ഒരു കുട്ടിയെ കെട്ടിച്ചൂടാം? അതൊരു വലിയ ആലോചനയാണ്. ഔ മഅറൂഫിൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ, അതിനുവേണ്ടി മാറിയിരുന്ന് ആലോചിച്ചവർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരക്കാരായ നമ്മളിൽ എത്ര പേരുണ്ട്? ഒരുപക്ഷെ നിങ്ങളുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളോട് നിങ്ങൾ സഹകരിക്കാൻ സന്നദ്ധമായി വരുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും വഴിമാറി നടക്കുകയല്ലേ. അവരുടെ ചർച്ചകളിൽ നന്മകൾ കടന്നു വരുന്നുണ്ടോ? നന്മ ചെയ്യാനുള്ള പദ്ധതികളെ കുറിച്ചുള്ള ആലോചനകൾ എല്ലാ ദിവസവും മാറിയിരുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ 10 പേര് കൂടി അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? നമുക്ക് എന്തൊരു നന്മയാണ് ചെയ്യാൻ പറ്റുക, എന്തൊരു നന്മയാണ് ഏറ്റെടുക്കാൻ പറ്റുക നമ്മുടെ നാട്ടില് എന്നാലോചിക്കാറുണ്ടോ? ഔ ഇസ്ലാഹിം ബൈനന്നാസ്. ഇസ്ലാം ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഇസ്ലാം നിലനിൽക്കുന്നത് ഇങ്ങനെയാണ്, ഇസ്ലാമിന് ലോക സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടായത് ഇങ്ങനെയാണ്. അല്ലാതെ വെറുതെ നടന്നിട്ടല്ല. കൊച്ചു കൊച്ചു മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ അപ്പപ്പോൾ ഇടപെട്ടുകൊണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്, ഭക്ഷണ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട്, ദാഹം തീർക്കാൻ അവന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട്, അവന്റെ അസ്ത്രത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട്, അങ്ങനെ ഓരോന്നായി മനുഷ്യന്റെ ജീവിത പ്രശ്നത്തിൽ അല്ലേ. ഓർമ്മയില്ലേ നിങ്ങൾക്ക് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ വീട്ടിലൊരു ആടറുത്ത കഥ?
ആടറുത്തിട്ട് ആടിന്റെ ഒരു തലയെടുത്തിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ കൊണ്ടുപോയി തൻ്റെ അയലത്തെ വീട്ടുകാരന് കൊടുക്കുക. അയലത്തെ വീട്ടുകാരന് കൊടുത്തു. സാധുവാണെന്നുള്ളത് കൊണ്ട് ആ ആടിന്റെ തല കൊണ്ടേ കൊടുക്കണത്. ആ വീട്ടുകാരൻ ആ ആട്ടിൻ തല വീട്ടിലേക്ക് വാങ്ങിച്ചു വെച്ചു. ആട്ടിൻ തല മോശം സാധനമൊന്നും അല്ലല്ലോ, നല്ല വിലയുള്ള സാധനമല്ലേ, നല്ല ടേസ്റ്റി ഫുഡല്ലേ, ഹെൽത്തി ഫുഡല്ലേ. പക്ഷേ ആ തല ദാനം കിട്ടിയ വീട്ടുകാരൻ ചിന്തിക്കുകയാണ്, എനിക്ക് ദാനം കിട്ടിയതാണല്ലോ ഈ ആട്ടിന്റെ തല, ഈ ആടിന്റെ തല ഉപയോഗിക്കാൻ എന്നേക്കാൾ അർഹനായവൻ എൻ്റെ അപ്പുറത്തെ വീട്ടുകാരനാണല്ലോ, എന്നേക്കാൾ ആ പാവം ദരിദ്രനാണല്ലോ, എന്നേക്കാൾ ഭക്ഷണത്തിന് ആവശ്യമുള്ളവനാണല്ലോ എന്ന് കരുതി ആ തല മനുഷ്യൻ അടുത്ത വീട്ടിൽ കൊടുക്കുക. ആ മനുഷ്യൻ രണ്ടാമത് കിട്ടിയ ആളത് അതുപോലെ ചിന്തിച്ചിട്ട് മൂന്നാമത്തെ വീട്ടിൽ കൊടുക്കുകയാ. മൂന്നാമത് കിട്ടിയവൻ നാലാമത്തെ വീട്ടിൽ കൊടുക്കുക. നാലാമത്തവൻ അഞ്ചാമത്തെ വീട്ടിലും, അഞ്ചാമത്തവൻ ആറാമത്തതിലും, ആറാമത്തവൻ ഏഴാമത്തെ വീട്ടിലേക്ക് പോകുമ്പോ ആ തല ചെന്നെത്തിയത് ആദ്യമാ ആടറുത്തിട്ട് തല ദാനം ചെയ്ത ആ പാവപ്പെട്ട ആദ്യ മനുഷ്യന്റെ വീട്ടിലാ. ഇതാണ് സഹാബാക്കൾ, ഇതാണ് ഇസ്ലാം. ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. വടികൊണ്ടും വാളുകൊണ്ടും ആയുധം കൊണ്ടുമല്ല ഇസ്ലാം വളർന്നത്, ലോകം കീഴടക്കിയത്. 53 വയസ്സിൽ 40 വർഷത്തിൽ നുബുവത്തിൽ കിട്ടിയ മുഹമ്മദ് മുസ്തഫ 13 വർഷം സ്വന്തം നാട്ടിൽ പോലും നിൽക്കക്കള്ളിയില്ലാത്ത നാട്ടാർ ആട്ടി ഓടിച്ച മുഹമ്മദ് മുസ്തഫ 10 വർഷം കൊണ്ട് മദീനയിൽ വിപ്ലവം സൃഷ്ടിച്ച അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ തന്റെ കാൽ കീഴിലാക്കിയത് ഇത്തരത്തിൽ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ. ഏഴാമത്തെ വീട്ടുകാരനിലേക്ക് താൻ കൊടുത്ത ആട്ടിൻതല 7 വീടുകൾ കയറിയിറങ്ങി തിരിച്ചു വന്നപ്പോൾ ആ മനുഷ്യൻ പിന്നെ ആ ആട്ടിൻതല അയാൾ തന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ആ കൊടുത്ത മനുഷ്യൻ ഇവരെക്കാൾ എല്ലാം ഏഴാമത്തെ ആളുടെ പരിഗണനയിൽ ഏറ്റവും ദരിദ്രനാണ്, ആവശ്യക്കാരനാണ്. അത്രയും ആവശ്യക്കാരൻ, തന്നെക്കാൾ ആവശ്യക്കാരൻ വേറെയുണ്ടെന്നറിഞ്ഞ് ദാനം ചെയ്യുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ പേരാ ഇസ്ലാമിക സമൂഹം എന്ന്. അങ്ങനെ ഒരു സമൂഹം ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വെറുക്കാൻ, നമ്മളെ എതിർക്കാൻ ഈ ലോകത്ത് ആരാ ഉണ്ടാകുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു നിസ്സാര നന്മയെയും ചെറുതായി കാണരുത്. ഇത്തഖിന്നാർ ലാ തഹ്ഖിറന്ന ശൈഅൻ മിനൽ മഅറൂഫ്. നിങ്ങൾ പരസ്പരം ആലോചിക്കേണ്ടത്, നിങ്ങൾ കൂടിയാലോചനകൾ നടത്തേണ്ടത് ഒന്നുകിൽ ദാനധർമ്മത്തിൻ്റെ കാര്യങ്ങളിലായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്യാനുണ്ടെന്ന് ആലോചിക്കാനാകണം. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാനാകണം. രണ്ടാളുകളെ തമ്മിലടിപ്പിക്കാനാകരുത്. നമ്മുടെ അയലത്തെ ഇന്ന സുഹൃത്തുക്കൾ അബ്ദുള്ളയും മുഹമ്മദും തമ്മിൽ തെറ്റി നടക്കുകയാണ്, അവർ നല്ല കൂട്ടുകാരായിരുന്നു, ഇപ്പൊ പക്ഷെ അവർ തമ്മിൽ പിണക്കാം, നമുക്ക് ആ പ്രശ്നത്തിലൊന്ന് ഇടപെടണം. സന്നദ്ധ സംഘടനകൾ അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടണമോ? ഇസ്ലാഹിം ബൈനന്നാസ്, പോകണം, പോയിട്ട് ചോദിക്കണം, നിങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നല്ലോ, എന്താ ഇപ്പൊ പറ്റിപ്പോയത്? ഇങ്ങനെ പറ്റില്ല, എന്താണ് പ്രശ്നങ്ങൾ, ഞങ്ങൾ പറഞ്ഞു പരിഹരിക്കണം എന്ന് പറഞ്ഞ് ആളുകളുടെ ഇടയിൽ, അവരുടെ ഇടയിൽ നന്മയുണ്ടാക്കാൻ വേണ്ടി, അവരുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി പരസ്പരം ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ചർച്ചകളിൽ, ഇങ്ങനെ 3 തരം ചർച്ചകളിലല്ലാതെ ലോകത്ത് അടക്കം പറച്ചിലുകളിൽ, ഗൂഢമായ ചർച്ചകളിൽ യാതൊരു ഗുണവുമില്ലെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം റോളുകൾ വല്ലതും നമുക്കുണ്ടോ? ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു പണി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ദിവസവും ഉണരുന്നു, എല്ലാ ദിവസവും നമ്മൾ എന്നിട്ട് നമ്മുടെ സാധാരണ ചിട്ടപ്പടിയുള്ള നമ്മുടെ പരിപാടികളിലൊക്കെ വ്യാപൃതരാകുന്നു. പക്ഷെ നന്മകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം അങ്ങനെയാ. പട്ടിണി കിടക്കുന്ന ഒരാൾ അയലത്തുണ്ടെന്നറിഞ്ഞുകൊണ്ട് വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുറങ്ങിയാൽ നീ നമ്മളിൽപ്പെട്ടവൻ അല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കൈ നിറയെ കാശ, കല്യാണം നടത്തുന്നത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഓഡിറ്റോറിയം എടുത്തിട്ടാണ്. അതുപോലെ തന്നെ അതിന്റെ സൽക്കാരത്തിന് വേണ്ടി ഒരുക്കുന്നത് ദശലക്ഷങ്ങളാണ്. മകൾക്ക് കൊടുക്കുന്നത് 25 പവനാണ്, അല്ലെങ്കിൽ 50 പവനാണ്, അല്ലെങ്കിൽ 100 പവനാ. അതൊക്കെ ചെറിയ കണക്കായി മാറിയിരിക്കുക ഇപ്പോ. അങ്ങനെ കൊടുത്താലും തൻ്റെ അയലത്ത് താമസിക്കുന്ന തൻ്റെ മകളോടൊപ്പം പള്ളിക്കൂടത്തിൽ ഒന്നിച്ച് പഠിച്ച, മദ്രസയിൽ പഠിച്ച പാവപ്പെട്ട ഒരു പെൺകുഞ്ഞ്, അവൾക്ക് വാപ്പയില്ല, അല്ലെങ്കിൽ വാപ്പസ് ദരിദ്രനാണ്, അവളെ കെട്ടിച്ചു വിടാൻ വകയില്ല, അവൾ മിടുക്കിയാണ്. പക്ഷേ അവളെ ഒരു വിവാഹം കഴിച്ചയക്കുന്നത് ഒരു നൊമ്പരമായി, നീറ്റലായി, മനസ്സിൽ പേറി ഉറക്കം നഷ്ടപ്പെട്ട് കൂരയിൽ ചെറ്റയിൽ കഴിയുന്ന തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്റെ മകളുടെ കൺമുമ്പിൽ വെച്ച്, തൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ കൺമുമ്പിൽ വെച്ച് 101 പവനും അല്ലെങ്കിൽ 51 പവനും കൊടുത്ത്, കാറും കൊടുത്ത്, ലക്ഷങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ആയിരങ്ങളെ വിളിച്ച് കല്യാണം നടത്തിയിട്ട് ആർഭാടം നടത്തുന്നവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളെയല്ല.
അല്ല പറയുക, ഇത്തരം പണിയായിരുന്നു മുസ്ലിങ്ങൾക്ക്. ഇത്തരം പണിയായിരുന്നു മുസ്ലിങ്ങൾക്ക്. ഏറ്റവും അധികം കല്യാണത്തിൽ ആർഭാടവും ധൂർത്തും നടത്തുന്ന സമുദായം മുസ്ലിം സമുദായമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. മുസ്ലിം സമുദായത്തിൻ്റെ കല്യാണം എല്ലാം ഒന്നെങ്കിൽ ഗ്രാൻഡ് ഹയാത്തിലാണ്, പലപ്പോഴും ഞാൻ പോയി നടത്തി കൊടുക്കേണ്ടി വരുന്ന ആളാണ്. അല്ലെങ്കിൽ സിയാലിലാണ്, എയർപോർട്ട് വിമാനത്താവളത്തിലാണ്. അല്ലെങ്കിൽ ചാലക്കുടിയിൽ അഡിലക്സിലാണ്. ചെറിയ ഓഡിറ്റോറിയം ഒന്നും മുസ്ലിം സമുദായത്തിന് തീരെ പരിചയമേ ഇല്ല. മുസ്ലിം സമുദായത്തിന്, വേറെ ഒരു സമുദായത്തിന് ഇത്രയും വലിയ രോഗമൊന്നുമില്ല. അവർ സെലക്റ്റീവായിട്ട് ആളുകളെ വിളിക്കുകയുള്ളൂ. അവരൊരു വീട്ടിൽ നാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളെ പ്രതീക്ഷിക്കുകയുള്ളൂ. ഈ പറഞ്ഞ വലിയ ആൾക്കൂട്ടവും തീർപ്പും ഒന്നും കാണിക്കൂല. ഈ മാതിരി കല്യാണങ്ങൾ നടത്തി കൊറോണ കാലത്ത് ചെറിയ കല്യാണം നടത്തേണ്ടി വന്നല്ലോ നമ്മൾ, അല്ലേ? അള്ളാഹ് ഒന്നങ്ങൾ പരീക്ഷിച്ചാൽ നിനക്ക് വേണേൽ ചെറിയ കല്യാണം നടത്താൻ ഞാൻ ആ വഴി തുറന്നു തരാമെന്ന്. ചെറിയ കല്യാണം 50 പേരുടെ കല്യാണം നടത്തേണ്ടി വന്നു. 5000 പേരുടെ കല്യാണം നടത്തുമെന്ന് വീമ്പ് പറഞ്ഞു തരുന്ന ആൾ 50 പേരുടെ കല്യാണം നടത്തേണ്ടി വന്നു. പക്ഷേ അന്നൊരു കല്യാണം നടത്തി എൻ്റെ മഹലിൽ 200 പേരെ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ. നടത്തിയത് എവിടെയാണെന്നറിയോ? ഗ്രാൻഡ് ഹയാത്തിൽ. ഓഡിറ്റോറിയത്തിന് എത്രയാ ചാർജ് നിങ്ങൾ കണക്കാക്കിക്കോ. അവസാനം ഭക്ഷണത്തിന് വേണ്ടി ഇരുന്ന ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വീട്ടുകാരൻ പറയാ, ഉസ്താദെ പിഞ്ഞാണത്തിന് ഒരു പ്ലേറ്റിന് 4000 രൂപ നന്നായിട്ട് തിന്നോണേന്ന്. ഒരു പിഞ്ഞാണത്തിന് 4000 രൂപ നന്നായിട്ട് തിന്നോണേന്ന്. ഇപ്പം 4000 മുടക്കി എന്നുള്ളതുകൊണ്ട് ഉസ്താദ് എത്ര പ്ലേറ്റ് തിന്നാൻ പറ്റും? എന്തോരം അരി തിന്നാൻ പറ്റും? അപ്പം 8 ലക്ഷം രൂപ ഭക്ഷണാവശ്യത്തിന് മാത്രം 200 പേർക്ക് അവൻ ചെലവാക്കാനുള്ളത് അവൻ ചെലവാക്കി. പക്ഷെ ഈ പറയുന്ന ഈ ചെലവാക്കിയ ഒരാൾ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ ആവശ്യം പറഞ്ഞൊരു പാവപ്പെട്ട പിതാവ് ചെന്നാൽ 10,000 രൂപ കൈവെള്ളയിൽ വെച്ച് കൊടുക്കൂല്ലാത്തവനാണ്. ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ നീചഭാവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാട്ടുകയാ. നിങ്ങളൊക്കെ എന്ത് തരം മനുഷ്യരാണ്? നിങ്ങൾക്ക് ഈ ലോകത്ത് കരുണയൂറുന്ന മനസ്സിന്റെ ഉടമകളായി ഈ ലോകത്ത് ജീവിച്ച് നന്മ ചെയ്ത് മനസ്സിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കേണ്ടുന്ന നിങ്ങൾ നന്മകളിൽ നകന്നു പോവുകയല്ലേ? നിങ്ങൾക്ക് നന്മ ചെയ്യാൻ മടിയല്ലേ? നിങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടിയല്ലേ ഓരോ ദിവസവും ഇവിടെ സൂര്യൻ ഉദിപ്പിക്കുന്നത്? ഞാൻ ഓരോ ദിവസവും കൃത്യമായ അളവിൽ 12 മണിക്കൂർ പകല് തരികയും വൈകുന്നേരം ശാന്തമായി ഉറങ്ങാൻ വേണ്ടി രാത്രി സമ്മാനിക്കുകയും ചെയ്തത് നിങ്ങൾ ഈ പകലിൽ എന്ത് നന്മ ചെയ്യുന്നുണ്ടെന്നറിയാൻ വേണ്ടിയല്ലേ? രാത്രികളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ഇബാദത്ത് ചെയ്യുന്നുണ്ടെന്നറിയാൻ വേണ്ടിയല്ലേ? അല്ലാഹു തആല അങ്ങനെ നമ്മളെ പരീക്ഷിച്ചിട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തും നിന്ദ്യരാകും, പരലോകത്തും നിന്ദ്യരാകുമെന്ന കാര്യം മറക്കരുത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഏറ്റവും വലിയ ആർഭാടക്കാരാണ്. കല്യാണത്തിൽ, സ്ത്രീധനത്തിലടക്കം സർവ്വകാര്യങ്ങളിൽ. ഞാൻ പണ്ടൊരു സ്ത്രീധനക്കാരൻ്റെ ബ്രോക്കറോട്, ഗോപാലകൃഷ്ണൻ, ഞാനന്ന് ബസ്സിൽ സഞ്ചരിക്കുന്ന കാലം, 25 വർഷം മുമ്പ്, അന്ന് ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരാൾ പരിചയപ്പെട്ടു. അയാൾ എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ബ്രോക്കറാണ്, ഗോപാലകൃഷ്ണനാണ്. എന്നിട്ട് അയാൾ സ്നേഹപൂർവ്വം പറഞ്ഞു, ഞാൻ പക്ഷെ നിങ്ങളുടെ കല്യാണം പിടിക്കാറില്ല കേട്ടോ, 20-25 കൊല്ലം മുമ്പാണ്. ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ അത്ര ഒരു വർഗീയവാദിയാണോ? ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, സാധാരണ ക്രിസ്ത്യൻ സമൂഹത്തിൽ 1 ലക്ഷം രൂപ സ്ത്രീധനം ചോദിക്കുന്ന ചെറുക്കൻ 1 ഏക്കർ ഭൂമിയെങ്കിലും കാണും. ഹിന്ദുക്കളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ സമുദായത്തിൽ തൂണേ ചാരി നിൽക്കുന്നോ ചോദിക്കുന്ന 3 ലക്ഷമാണ് തുടക്കത്തിലെ. അന്ന് പറഞ്ഞ ഈ മാതിരി സ്ത്രീധനത്തെ വെറുപ്പിച്ച, നിഷിദ്ധമാണെന്ന് വളരെ കൃത്യമായി മഹർ അങ്ങോട്ട് കൊടുത്തിട്ടല്ലാതെ, സ്ത്രീധനം എന്ന് പറയുന്നത് സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത ഒരു സംസ്കാരം പഠിപ്പിച്ച് അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീജനങ്ങൾക്ക് വിവാഹത്തിന്റെ സമയത്ത് മഹർ കൊടുത്ത് കല്യാണം കഴിക്കണമെന്നൊരു വിപ്ലവ പ്രസ്ഥാനത്തിനും പറയാൻ കഴിയാത്ത, പറഞ്ഞാൽ നടപ്പാക്കാൻ കഴിയാത്ത കാര്യം അന്ന് മുതൽ ഇന്ന് വരെ നടത്തി കാണിച്ച ഒരു മതമാണിത്. ആ മതത്തിന്റെ ആളുകളാണ് ഇന്ന് ഈ സ്ത്രീധനം കൊണ്ടുള്ള തോന്നിയാസം കാണിക്കണം. എങ്ങനെ അള്ളാഹു നമ്മളെ സ്നേഹിക്കും കൂട്ടരെ? എങ്ങനെ അള്ളാഹു നമ്മെ സഹായിക്കും കൂട്ടരെ? എങ്ങനെ പടച്ച തമ്പുരാന്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവും കൂട്ടരെ? ഇന്നെന്ത് വേണ്ടു? അതുകൊണ്ട് ലോകത്ത് നമ്മൾ വേറെ ആരും ഉപദ്രവിക്കാനൊന്നും പോകാറില്ല, ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ ഒന്നും ഉപദ്രവിക്കാൻ പോകാറില്ല. പക്ഷേ നമ്മളെ ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. നമ്മളെന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒന്നും അല്ല, അവരെ ഒരു ദ്രോഹം നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളോട് അവർക്ക് അള്ളാഹ് വെറുപ്പിട്ട് കൊടുത്തു. കാരണം എന്താ? നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ വലിയ വീഴ്ചയാണ് വരുത്തിയത്. നമ്മളെ സ്നേഹിക്കുന്നതിൽ നമ്മൾ പിന്നോക്കമായി. നമ്മളെ സ്നേഹിക്കുന്നതിൽ നമ്മൾ പിന്നോക്കമായപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നതിൽ മറ്റുള്ളവരും പിന്നോക്കമായി. ഇതാ കാര്യം. ഇപ്പോൾ വഖഫ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, പൗരത്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാവരും നമുക്കെതിരെ തിരിഞ്ഞേക്കുക. BJP ഗവൺമെന്റ് ആ വഖഫ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്.
പക്ഷേ ക്രിസ്ത്യാനികളുടെ ദീപിക പത്രമായി എഴുതുന്നത് വഖഫ് ബോർഡ് കൊള്ള സംഘമാ, ഭേദഗതി വരുത്തണം, വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന്. എല്ലാവരും നമുക്കെതിരാകുക. എന്താ കാര്യം? നമുക്ക് മിടുക്കന്മാരില്ലാത്തതുകൊണ്ടാണോ? ഏറ്റവും വലിയ നടൻ നമ്മുടെതല്ലാഞ്ഞിട്ടാണോ? ഏറ്റവും വലിയ മുതലാളി കേരളത്തിലെ നമ്മളതല്ലാഞ്ഞിട്ടാണോ? ഏറ്റവും വലിയ വീട് നമ്മുടെതല്ലാഞ്ഞിട്ടാണോ? ഏറ്റവും വലിയ കെട്ടിടങ്ങൾ നമ്മുടെതല്ലാഞ്ഞിട്ടാണോ? പിന്നെ എന്തുകൊണ്ടാ? നമ്മളുടെ ഈ വലിപ്പമൊക്കെ കാണിക്കുമ്പോഴും കണ്ടില്ലേ, 5000 കോടിയുടെ കല്യാണം നടത്തിയ വലിയ മുതലാളി പടച്ചതമ്പുരാൻ കാശ് കൊടുക്കുമ്പോ 5000 കോടിയുടെ കല്യാണം ഒരു മുതലാളി നടത്തി മനുഷ്യന്റെ മനസ്സ് ക്രൂരമായാൽ, മനുഷ്യന്റെ മനസ്സിൽ കരുണ പറ്റിപ്പോയാൽ, മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാഞ്ഞുപോയാൽ അവൻ സംഭവിക്കുന്നത് എന്തെന്നറിയോ? അവനവന്റെ പണം കൊണ്ട് ഈ ലോകത്ത് ആർഭാടം മതമാത്സര്യ കേളികളിൽ ഏർപ്പെടുമെന്ന് മനസ്സിലായില്ലേ? അവനിങ്ങനെ ആർഭാടം മാത്രം നടത്തും. 5000 കോടിയുടെ കല്യാണം, കോട്ടിട്ടത് 500 കോടിക്ക്. 500 കോടിയുടെ കോട്ടി ശരീരത്തിൽ എങ്ങനെയാ കയറ്റിയിടണേ? എന്നതാ സാധനത്തിൽ ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കിയേ. 500 കോടിയുടെ കോട്ടാന്ന് അംബാനിയുടെ മോനിട്ട കല്യാണം. ആ ഒരു കോട്ടിന്റെ വില ഉണ്ടായിരുന്നെങ്കിൽ ആ സ്റ്റേറ്റിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തായിരുന്നു, സാധുക്കളായ ജനങ്ങളുടെ പട്ടിണി മാറ്റായിരുന്നു. ഒറ്റ കോട്ടിന്റെ വിലയാണ്. ഇത്രയും വലിയ കാശുള്ള മുതലാളിയല്ലേ, അപ്പൊ പിന്നെ അയാൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ആ സമയത്ത് ഞാൻ റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന മുതലാളിയുടെ മറ്റേതാണ്, ഞാൻ ആ മാസം റീചാർജ് ചെയ്തപ്പോൾ 60 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. 239 കൊടുത്തോണ്ടിരുന്നത് അന്ന് 300 രൂപ കൊടുക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നിന്ന മുതലാളി ഓരോ റീചാർജിലും 60 രൂപ അധികം മേടിച്ചിട്ട് 5000 കോടിയുടെ കല്യാണം നടത്തുകയാണ്, 500 കോടിയുടെ കോട്ടിടിയിക്കുകയാണ് മോന്. പ്രിയപ്പെട്ടവരെ, ഇത് ആ ഒരു മുതലാളിയുടെ കഥയാണെങ്കിൽ, ആ മുതലാളിക്ക് അത്രയും ഉള്ളത് കൊണ്ടാണ് അവൻ അത് ചെയ്തതെങ്കിൽ, അത്രയും ഇല്ലാത്ത നമ്മുടെ മുതലാളിമാരും അത് തന്നെയാ ചെയ്യുന്നത്. 5 കോടിയുള്ളവൻ അതിനൊത്തതാ ചെയ്യുന്നത്, 1 കോടിയുള്ളവൻ അതിനൊത്തതാ, 50 ലക്ഷത്തിന് വകയുള്ളവൻ അതിനൊത്തതാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പണം കൊണ്ട് ആർഭാടം കാണിക്കാൻ തുനിയുമ്പോ അള്ളാഹു പറയുകയാണ്, ഇവൻ മതത്തിനെ കളവാക്കിയ കള്ളനാണ്, അവൻ വിശ്വാസിയല്ല. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. സാധുക്കൾക്ക് എന്തെങ്കിലും കൊടുത്തോ? ഈ രാജ്യത്ത് എന്തെല്ലാം പ്രളയം നടന്നു, കേരളത്തിൽ നടന്നു, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നു. ഈ മുതലാളി എന്തെങ്കിലും ഓഫർ ചെയ്തതായിട്ട് കണ്ടോ? ഈ 5000 കോടി മുടക്കി കല്യാണം നടത്തിയവൻ, 500 കോടിക്ക് കോട്ടിടിച്ചവൻ 50 കോടി മാറ്റി വെച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? കേട്ടോ? 50 കോടി മാറ്റി വെച്ചോ? മാറ്റിവെക്കൂല. അവിടെയാണ് അള്ളാഹുവിനെ പേടിക്കുന്ന നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ നാട്ടുകാർ അവരുടെ സമ്പാദ്യത്തിൻ്റെ അംശം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അവൾക്ക് 10 പവൻ നൽകിക്കൊണ്ട് അവളെ വിവാഹത്തിലേക്ക് കൈപിടിച്ചാനയിക്കുമ്പോൾ ഇത് 5000 കോടിക്ക് കല്യാണം നടത്തിയ മുതലാളിക്ക് സാധിക്കാത്തതാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ വലിയ മുതലാളി മാമാങ്കം നടത്തുന്ന മുതലാളിമാർക്ക് സാധിക്കാത്തതാണ്. ഓരോരോ 10,000 100 ഔട്ട്ലെറ്റുകൾ ഓരോ വർഷവും വ്യവസായത്തിന്റെ ഭാഗമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇനിയും എത്ര വലുതായാലും ആർത്തിയടങ്ങാതെ പിന്നെയും പണം പെരുപ്പിക്കാൻ ശ്രമിക്കുന്ന മുതലാളിമാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ പാവപ്പെട്ട ചെറുപ്പക്കാർ ചെയ്യണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നന്മ നമ്മളിൽ നിലനിർത്തി തരുമാറാകട്ടെ. ഈ പറയുന്ന നന്മകൾ ഈ മുതലാളിമാർക്കുണ്ടായിരുന്നെങ്കിൽ ലോകം സ്വർഗമാകുകയില്ലായിരുന്നോ? അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇൻദല്ലാഹി ഖസാഇനുൽ ഖൈരി വശർറ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നന്മയുടെയും തിന്മയുടെയും ചില ഖജനാവുകൾ അള്ളാഹുവിൻ്റെ കൈവശം വെച്ചിട്ടുണ്ട്. അള്ളാഹു നന്മയുടെയും തിന്മയുടെയും ചില ഖജനാവുകൾ കൈവശം വെച്ചിട്ടുണ്ട്. മഫാത്തിഹുർ റിജാൽ, അതിൻ്റെ താക്കോലുകൾ ചില ആൺകുട്ടികളാണ്. നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ താക്കോലുകൾ ചില ആണുങ്ങളാണ്, ചില ആൺകുട്ടികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തൂബാ ലിമൻ ജഅലഹു മിഫ്താഹൻ ലിൽ ഖൈരി വമിഗ്ലാഖൻ ലിശ്ശർരി. നന്മയുടെ താക്കോലും തിന്മയുടെ താഴുമായി മാറാൻ കഴിഞ്ഞ ആ ആൺകുട്ടികളെ നിങ്ങൾക്ക് മംഗളങ്ങൾ. നന്മയുടെ താക്കോലുകളും തിന്മയുടെ താഴുകളും. തിന്മ ഒന്നും അവരിൽ നിന്ന് താഴിട്ട് പൂട്ടിയതുപോലെ അവർ തിന്മ അവർ ചെയ്യൂല. നന്മ എന്തുണ്ടോ അവിടെയെല്ലാം അവരുണ്ടാകും. അങ്ങനെ കുറെ ആൺകുട്ടികൾ ഓരോ നാട്ടിലുണ്ടാകും. അങ്ങനെയുള്ള ആൺമക്കളെ നിങ്ങൾക്ക് ആശീർവാദങ്ങൾ. വവൈലുൽ ലിമൻ ജഅലഹു മിഫ്താഹൻ ലിശ്ശർരി വമിഗ്ലാഖൻ ലിൽ ഖൈർ. എന്നാൽ നന്മയുടെ താഴുകളും തിന്മയുടെ താക്കോലുകളുമായി മാറിയ ഒരു പറ്റം ആളുകളുമുണ്ട് ഇവിടെ.
അവർക്കെല്ലാ നാശങ്ങളും വരാനിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനധർമ്മത്തിന് പരിശുദ്ധ ദീൻ കൽപ്പിക്കുന്ന വലിയ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പരിപാടികൾ കരുപിടിപ്പിക്കാൻ കഴിയണം. ഇത്തരം ചെറിയ ചെറിയ നന്മകളുമായി നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ നേരെ പുറംതിരിഞ്ഞ് നിൽക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ അങ്ങനെയാ അതിനോട് ഭാഗം ചേരാൻ കഴിയണം. അടുക്കാതിരിക്കാൻ, അകന്നു നിൽക്കാനുള്ള കാരണങ്ങൾ നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ഒരു നന്മയുടെ ഭാഗമായി ചേരാനുള്ള ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്കത്ര എളുപ്പം കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അർത്ഥമാക്കുന്നത്. നമ്മുടെ മനസ്സിനെ ആർദ്രതയുള്ളതാക്കി തീർക്കുന്നത് കാരുണ്യമാണ്. ജീവകാരുണ്യം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരികയില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണയുള്ളവരോടാണ് പടച്ച തമ്പുരാൻ കരുണ കാണിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം പലപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോൾ അള്ളാഹുവേ എന്ന് പറഞ്ഞ് നല്ല നിലവിളിക്കാറുണ്ട് നമ്മൾ. എപ്പോഴാണ് അള്ളാഹു നമ്മോട് കരുണ ചെയ്യുന്നതെന്നറിയോ? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് അള്ളാഹു കരുണ ചെയ്യും. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ ഇർഹമൂ മൻ ഫിൽ അർള് യർഹംകും ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തുള്ളവനായ അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അള്ളാഹു ഇടപെടും. നിങ്ങൾക്കൊരാവശ്യം വരട്ടെ, നിങ്ങൾ അള്ളാഹുവോട് പറഞ്ഞാൽ മതി, ആരോടും പറയേണ്ടി വരില്ല. നിങ്ങൾ നിങ്ങളുടെ കഴിവ് പോലെ ഭൂമിയിലുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെട്ടാൽ എന്നും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അള്ളാഹ്ക്ക് നമ്മളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗുണമേതാ? നമ്മുടെ കാരുണ്യമാണ്. റഹ്മാനാണവൻ, റഹീമാണ്. അതിരറ്റ കാരുണ്യത്തിന്റെ ഉടമയാണ് പടച്ച തമ്പുരാൻ. പക്ഷെ ആ കരുണ നമുക്ക് കിട്ടാനുള്ള വഴി എന്താ? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. പരമകാരുണികൻ, കരുണയുള്ളവരോട് മാത്രം കരുണ ചെയ്യുന്നവനാണ്. ക്രൂരന്മാരോട് അല്ലാഹു കരുണ ചെയ്യൂല. ക്രൂരത കൊണ്ട് ലോകം കീഴ്പ്പെടുത്തിയ ഒരുപാട് പേരെ ലോകം കണ്ടതാ. പക്ഷേ പിൽക്കാലത്ത് അവരെല്ലാം തകർന്നടിഞ്ഞുപോയി. ഒരു ക്രൂരന്മാരും ഒരു സ്വേച്ഛാധിപതികളും ലോകത്ത് വിജയിച്ചിട്ടില്ല. ഇന്നുണ്ട് ലോകത്ത് സ്വേച്ഛാധിപതികൾ, ഇന്നുണ്ട് നമ്മുടെ നാട്ടിൽ ക്രൂരന്മാർ, രാജ്യത്ത് അധികാരികൾ ക്രൂരന്മാർ. മുമ്പും ഹിറ്റ്ലറെ കണ്ട ലോകമാണിത്, മുസോളിനിയെ കണ്ട ലോകമാണിത്, അങ്ങനെ സ്റ്റാലിനെ കണ്ട ലോകമാണിത്. ലോകമഹായുദ്ധങ്ങൾ നിയന്ത്രിച്ച് ലോകത്തിന്റെ അധികാരം കൈവെള്ളയിൽ ഒതുക്കാൻ ശ്രമിച്ചവരെ കണ്ട ലോകമാണിത്. പക്ഷെ അവരെല്ലാം ദാരുണമായി. ഞാൻ ഇന്നലെ സ്റ്റാലിന്റെ ചരിത്രം യാദൃശ്യമായി കാണാനിടയായി. ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു സ്റ്റാലിനെങ്കിൽ 10,000-കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയ ക്രൂരന്മാരെല്ലാം അവരോട് അള്ളാഹു ആവശ്യം വരുമ്പോൾ കരുണ കാണിക്കില്ല. ഹിറ്റ്ലറോടുള്ള കരുണ കാണിച്ചില്ല, മുസോളിനിയോടുള്ള കരുണ കാണിച്ചില്ല. തെരുവിൽ തല്ലിക്കൊല്ലപ്പെട്ടു. തിരുനെറ്റിയിൽ സ്വന്തം കൈകൊണ്ട് നിറയൊഴിച്ച് മരിക്കേണ്ടി വന്നു ഹിറ്റ്ലർക്കെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ക്രൂരന്മാരോട് അള്ളാഹു ആവശ്യം വരുമ്പോൾ കരുണ കാണിക്കില്ല. നമ്മുടെ രാജ്യത്ത് കുറെ ക്രൂരന്മാരുണ്ടായിരുന്നല്ലോ. ബാബരി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം നൽകിയവർ, നമുക്ക് ഓർക്കുന്നില്ലേ? രഥയാത്രയൊക്കെ നടത്തിയവർ. ഇന്ന് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ കൊണ്ടുപോലും അവർ നിഷ്ഠൂരമായ നിലയിൽ അപമാനിക്കപ്പെടുകയാണ്. ക്രൂരമായ നിലയിൽ അവർ അവമതിക്കപ്പെടുകയാണ്, നിന്ദ്യരാക്കപ്പെടുകയാണ്. അവർക്കിന്നൊരു വിലയും സമൂഹത്തിൽ ഒരു നിലയുമില്ലാതാവുക. എത്ര ആളുകൾ ഇന്നുമുണ്ട്. കുറെ സ്വേച്ഛാധിപതികൾ ഞങ്ങളെല്ലാം കയ്യിലെടുത്ത് അമ്മാനമാടുകയാണെന്ന് വിചാരിക്കുന്നവർ. ഒരു വിലയും നിലയുമില്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടവരായി ഈ ലോകത്ത് അവർ അധപ്പതിക്കുന്ന കാഴ്ച കാണാം. യാതൊരു സംശയവും വേണ്ട. ഞാൻ എഴുതി തരിക. കാരണം ലോക ചരിത്രം അതാ നമ്മളെ പഠിപ്പിക്കണേ. അതുകൊണ്ട് മനസ്സിൽ കരുണയാണ് വേണ്ടത്, ക്രൂരതയല്ല വേണ്ടത്, അനുകമ്പയാണ് വേണ്ടത്, ആർദ്രതയാണ് വേണ്ടത്. അവശന്മാരോട്, ആർത്തന്മാരോട്, ആലംബഹീനന്മാരോട് എത്ര കണ്ട് ആർദ്രതയുണ്ടോ ആവശ്യം വരുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് അനുകമ്പ കാണിക്കുമെന്ന റഹീമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണയുള്ളവരോടാണ് കരുണയുള്ളവൻ, പരമകാരുണികൻ കരുണ കാണിക്കുന്നത്. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക,
ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് തീർച്ചയായും അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ സാധുക്കളോട് കരുണ കാണിച്ചാൽ. അതേസമയം ഇന്ന് അധികാരം കൈവെള്ളയിൽ ഇട്ടമ്പാനമാടി, അതുപോലെ തന്നെ ആൾബലത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ലോകത്തോട് അക്രമം കാണിക്കുന്ന ഈ ഭീകരന്മാരെല്ലാം കാരുണ്യം ആവശ്യം വരുന്ന സമയത്ത് അള്ളാഹു അവരെ പരിഗണിക്കില്ല. അവരൊന്നുമല്ലാത്തവരായി ഈ ലോകത്ത് അധപ്പതിക്കാൻ എരിഞ്ഞടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപിതമായ ഒരു നയമാണ്. അതുകൊണ്ട് നമസ്കരിക്കുന്ന നമ്മൾ, നോമ്പ് വയ്ക്കുന്ന നമ്മൾ, അതുപോലെ പലതും ചെയ്യുന്ന നമ്മൾ സാധുക്കളുടെ പ്രശ്നത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കണം. നാളെ പടച്ച തമ്പുരാൻ പരലോകത്ത് വെച്ച് പിടിച്ചു നിർത്തി നമ്മളോട് പറയുന്ന ഒരു ചോദ്യമുണ്ട്. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ആദമിൻ്റെ മകനെ, ഫലം തുത്ഇമിനി, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചപ്പോൾ നീ എന്തേ എനിക്ക് തരാഞ്ഞു? നാളെ അള്ളാഹ് നമ്മളെ പിടിച്ചു നിർത്തി ചോദിക്കുമെന്ന്. എന്തെന്ന്? നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചല്ലോ ഭൂമിയിൽ വെച്ച്, നീ എനിക്ക് തന്നില്ലല്ലോ എന്ന്. അപ്പോ ഈ മനുഷ്യൻ പറയുമെന്ന് ഹദീസിൽ കാണാം, യാ റബ്ബി കൈഫ ഉത്ഇമുക വ അന്ത റബ്ബുൽ ആലമീൻ, സർവശക്തനായ നാഥാ, നിനക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം തരാനാണ്? നീ സർവ്വലോകത്തിൻ്റെയും പരിപാലകനായ റബ്ബുൽ ആലമീനല്ലോ എന്ന് ഈ പാവം മനുഷ്യൻ അള്ളാഹുവിനോട് മറുപടി പറയുമ്പോൾ അള്ളാഹ് ചോദിക്കും, അമാ അലിംദ, നീ അറിഞ്ഞില്ലേ ഒരു മനുഷ്യൻ അന്ന് നിന്റെ മുമ്പിൽ ഭക്ഷണവും ചോദിച്ച് നിന്റെ വീട്ടിൽ കയറി വന്നപ്പോൾ ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിയുമായിരുന്നിട്ടും ഭക്ഷണം കൊടുക്കാതെ ആ മനുഷ്യനെ നീ ആട്ടിവിട്ടില്ലേ? ആ മനുഷ്യന് നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ ആ ഭക്ഷണം നീ എനിക്ക് തന്ന ഭക്ഷണമാകുമായിരുന്നു എന്ന് സർവശക്തനായ അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് നമ്മളോട് പറയുമത്രേ. ഭക്ഷണത്തിന് അള്ളാഹു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണത്തിന്റെ അവന്റെ വിശപ്പിൽ ഇടപെടുന്നത് അള്ളാഹുവിനോടുള്ള ഇടപെടലാണ്. വിശപ്പിൽ, പാവപ്പെട്ടവന്റെ വിശപ്പിൽ ഇടപെടുന്ന അള്ളാഹുവിനുള്ള ഇടപെടല. ഇതുപോലെ വീണ്ടും ചോദിക്കും, അത്ര ഞാൻ വസ്ത്രം ചോദിച്ചിട്ട് എനിക്കൊരു തുണി തന്നില്ലല്ലോ. അപ്പോഴും അവൻ ചോദിക്കും, പടച്ചവനെ, ഞാൻ എങ്ങനെ നിനക്ക് വസ്ത്രം തരാനാ? നീ റബ്ബുൽ ആലമീനല്ലോ എന്ന് നാളെ പടച്ചവനോട് അവൻ പറയും, വസ്ത്രം ചോദിച്ച് നിന്റെ വീട്ടിൽ അന്നൊരാൾ വന്നിരുന്നില്ലേ? നീ അവനെ ഉടുപ്പിച്ചു വിട്ടിരുന്നെങ്കിൽ നീ എനിക്ക് വസ്ത്രം തന്നവനായി നീ കാണുമായിരുന്നു എന്നുള്ള പറയുമത്രേ. അതുപോലെ ഓരോ പ്രശ്നങ്ങളിലും നമ്മളെ തേടിയെത്തുന്ന ഓരോ വ്യക്തികളും അള്ളാഹു നമ്മിലേക്ക് അയക്കുന്ന വ്യക്തിത്വങ്ങളാണ്, ആളുകളാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പടച്ച തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ജീവിതം നന്മകൾക്ക് വേണ്ടിയുള്ളതാണ്. ജീവിതം എന്തിനുള്ളതാണ്? നന്മകൾക്ക് വേണ്ടിയുള്ളതാണ്, വേറൊന്നിനും വേണ്ടിയുള്ളതല്ല ഈ ലോകത്തെ ജീവിതം. നന്മകൾ എത്ര അധികം മരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഈ ലോകത്തെ ജീവിതത്തിൽ എത്രയധികം നന്മ ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്താനുള്ളതാണ്. ആ നന്മകളിൽ ഒരെണ്ണം പോലും ഒരു ദിവസം കുറയാതെ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു പറയുന്ന ഒരൊറ്റ ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയ്യീൻ. മനുഷ്യരെ, ലൈസൽ ബിർറ, നന്മ അല്ല കേട്ടോ, അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നിങ്ങളുടെ നെറ്റിത്തടം പതിപ്പിക്കുന്നത്, നിങ്ങളുടെ മുഖം തിരിക്കുന്നതല്ല നന്മ. അപ്പൊ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് മുഖം തിരിക്കാൻ അല്ലാഹ് അല്ലേ പറഞ്ഞത്? അതേ അല്ലാഹ് പറയുക, കിഴക്കും പടിഞ്ഞാറും മുഖം തിരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ നന്മ. പിന്നെ എന്താ നന്മ? വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, എന്നാൽ യഥാർത്ഥ നന്മയെന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. വല്യോമിൽ ആഖിരി, അന്ത്യനാളിലും, വൽ മലായികത്തി, മലക്കുകളിലും, വൽ കിതാബി, ഗ്രന്ഥങ്ങളിലും, വൻ നബിയ്യീൻ, പ്രവാചകന്മാരിലും വിശ്വസിക്കലാണ് നന്മകളിലെ ഏറ്റവും വലിയ നന്മ. വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കണം, വിശ്വസിക്കേണ്ടത് വിട്ടതൊക്കെ വിശ്വസിക്കാതിരിക്കണം. നന്മകളിലെ ഏറ്റവും വലിയ നന്മ ഏതാ? ചെയ്യുന്നത് മാത്രമല്ല, മനസ്സിൽ വിശ്വസിക്കേണ്ട നന്മകളൊക്കെ വിശ്വസിക്കണം. അല്ലാഹ് ഉണ്ട്, മലക്കുകളുണ്ട്, ഗ്രന്ഥമുണ്ട്, ഇതൊക്കെ വിശ്വസിക്കണം. അന്ത്യനാളുണ്ട്, ഇതൊക്കെ വിശ്വസിക്കണം. ഒന്നാമത്തെ നന്മ ഏതാണ്? രണ്ടാമതുള്ള പറയുക, വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ. വആത്തൽ മാല, സമ്പത്ത് വ്യയം ചെയ്യുകയും ചെയ്യുന്നതാണ് നന്മ. ആത്തൽ മാൽ അലാ ഹുബ്ബിഹി, അതിനോട് കൊതിയുള്ളപ്പോൾ, ഇനി പണത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന സമയത്തല്ല, പണത്തിന്റെ ആവശ്യമുണ്ട്, പണം കൊണ്ട് പലതും നടക്കാനുണ്ടെന്ന് വിചാരിക്കുമ്പോൾ
അലാ ഹുബ്ബിഹി, അതിനോടുള്ള ഇഷ്ടമുള്ളപ്പോൾ തന്നെ ദാനം കൊടുക്കുന്നു. ആർക്ക്? ദവിൽ ഖുർബാ, ബന്ധുക്കൾക്ക്, വൽ യതാമ, അനാഥർക്കും, വൽ മസാക്കീനി, അഗതികൾക്കും, വബിനിസ് സബീൽ, വഴി ആധാരമായി പോയവർക്കും, വസായിലീൻ, ചോദിച്ചു വരുന്നവർക്ക് പണത്തിൽ നിന്നൊരു പങ്ക് കൊടുക്കുന്നത് നന്മയാണ്. ചില ആളുകൾക്ക് ചോദിച്ചാരേലും വന്നു കഴിഞ്ഞാൽ ഒരു മീച്ചവും ഇല്ല. അവൻ എന്തിനാ ചോദിച്ചു വന്നേ? അവൻ അപയാർ, അവൻ യാചകനാണ്, അവൻ തെണ്ടിയാ എന്ന് കരുതണ്ട. വസായിലീൻ, അള്ളാഹു അവരെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അള്ളാഹു അവരെ നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാ. യാചിച്ചു വരുന്നവർക്കും കൊടുക്കുക. തൻ്റെ പണം ആവശ്യമുള്ളപ്പോൾ, പണത്തോട് കൊതിയുള്ളപ്പോൾ കൊടുക്കുന്നതാണ് നന്മ. ഒഫിർ റിഖാബ്, അടിമപ്പെട്ടു പോയവർക്കും അടിമകളെ മോചിപ്പിക്കാൻ. അടിമയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഇപ്പം അടിമയില്ല, പക്ഷെ നമ്മുടെ ഇടയിൽ കുറേ അടിമകളുണ്ട്. ഏതെല്ലാം അടിമ? രോഗത്തിൻ്റെ അടിമയുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ അടിമയുണ്ട്, കയറിക്കിടക്കാൻ ഒരു പുരയില്ലാത്തതിൻ്റെ പ്രയാസത്തിൻ്റെ അടിമകളുണ്ട്, പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്തിട്ട് ജീവിതം പ്രയാസപ്പെടുന്ന, അതിനടിമപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ആ അടിമകളുടെ അടിമത്വം മോചിപ്പിച്ചവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നതിൽ, അതിലാണ് നന്മയെന്നല്ല പറയുകയാ. അതിനുശേഷം പടച്ച തമ്പുരാൻ പറയുകയാണ്, വഖാമസ്സലാ, നമസ്കാരം 5 നേരം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. സക്കാത്ത് കൊടുക്കുകയും ചെയ്തു. നോക്കിക്കേ, നിസ്കാരം പുറകെയാ പറയണേ. വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചിട്ട് പണം ചെലവാക്കേണ്ടിടത്ത് ചെലവാക്കുന്നതിലാണ് നന്മ. നിസ്കാരം പുറകെയല്ല പറഞ്ഞത്. അതുപോലെ തന്നെ സക്കാത്ത് പുറകെയാ പറഞ്ഞത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സക്കാത്ത് പുറകെയാ പറഞ്ഞത്. സക്കാത്ത് പണത്തിന്റെ ചെലവല്ലേ? സക്കാത്ത് വേറെയാ, സക്കാത്ത് നിർബന്ധമാ, അത് കൊടുത്തിരിക്കണം. സക്കാത്തിന്റെ പുറമേ അവകാശങ്ങളുണ്ട്. ആ അവകാശം നിങ്ങൾ കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നന്മയായി മാറുന്നത്. സക്കാത്ത് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നീ വലിയ നന്മക്കാരനാണെന്ന് അവകാശപ്പെടണ്ട. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവന്റെ കാര്യം പറയണോ? സക്കാത്ത് ഞാൻ കൊടുത്തു, ഞാൻ വലിയ നന്മയുടെ ആളാ, നീ പറയണ്ട. നീ നമസ്കരിച്ചു, നന്മയുടെ ആളാ, പറയണ്ട. അത് നിന്റെ ബാധ്യതയാ. പക്ഷേ ആ ബാധ്യതയ്ക്കപ്പുറത്ത് നിനക്ക് പണത്തിന്റെ ആവശ്യക്കാരനും അതിനോട് കൊതിയുള്ളവനുമായിരിക്കെ നീ നിന്റെ പണത്തിൽ നിന്നെടുത്ത് കൊടുക്കുമ്പോൾ അതാണ് നീതി, അതാണ് യഥാർത്ഥത്തിൽ നന്മ എന്ന് അള്ളാഹു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈ ജീവകാരുണ്യപരമായ മനസ്സിൻ്റെ ഉടമകളായി മാറാൻ തൗഫീഖ് തരുമാറാകട്ടെ. അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിൽ കാരുണ്യമുണ്ടോ? കരുണയാണ്, റഹ്മത്താണ് ഈ ലോകത്തെ വിജയത്തിനും മോക്ഷത്തിനും പരലോകത്തെ മോക്ഷത്തിനും ഒരേ ഒരു വഴിയായി അല്ലാഹു വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കാരുണ്യം ഉണരണമെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ മനുഷ്യരിലും അല്ലാഹു കരുണ വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കിക്കോ. എല്ലാ മനുഷ്യരിലും കരുണ വെച്ചിട്ടുണ്ട്. ഈ കൊള്ളക്കാരിലും കരുണ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുതലാളിമാരിൽ 5000 കോടിയുടെ മുതലാളിമാരിലും അല്ലാഹു റഹ്മത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരിലും റഹ്മത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അവരുടെ റഹ്മത്ത് വെളിയിൽ വരാത്തത്? അവരവരുടെ ജീവിതത്തിൽ റഹ്മത്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതാണ് കാര്യം. അവർ ക്രൂരമായി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവർ ക്രൂരമായ വാക്കും വർത്തമാനങ്ങളുമേ ചെയ്തിട്ടുള്ളൂ. അവർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹം സാധുക്കൾക്ക് പങ്കുവെച്ച് ചെറുപ്പം മുതലേ ശീലിച്ചിട്ടില്ല. അങ്ങനെ അല്ലാഹു അവർക്ക് കൊടുത്ത റഹ്മത്ത് എന്ന് പറയുന്ന ഗുണം മരവിച്ചു പോയി. അതാണ് കാര്യം. അതുകൊണ്ട് എല്ലാവരിലും നമ്മുടെ ഉള്ളിൽ അല്ലാഹു ഇട്ട അതേ റഹ്മത്ത് അംബാനിയുടെ മനസ്സിൽ ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് അല്ലാഹു മോഡിയുടെ മനസ്സിൽ ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് അമിത്ഷായുടെ മനസ്സിലും അല്ലാഹു ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ അവർ ഭീകരന്മാരായി? അതേ റഹ്മത്ത് ഹിറ്റ്ലറുടെ മനസ്സിലും അല്ലാഹു ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് മുസോളിനിയുടെ മനസ്സിലും ഇട്ടിട്ടുണ്ട്. അതേ റഹ്മത്ത് സ്റ്റാലിന്റെ മനസ്സിലും അല്ലാഹു കൊടുത്തതാ. എന്തേ അവർ കരുണയില്ലാത്തവരായി പോയി? അവർ കരുണയുടെ പ്രവർത്തനങ്ങൾ ചെറുപ്പം മുതലേ ശീലിച്ചില്ല. ക്രൂരതയുടെ പ്രവർത്തനങ്ങൾ ശീലിച്ചപ്പോൾ അവർ ഈ ലോകത്തെ ഭീകരന്മാരായി മാറി. അതുകൊണ്ട് കാരുണ്യം അള്ളാഹുവിൻ്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കരുണയുള്ള മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ മോക്ഷമില്ല. ഈ ലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആവശ്യപ്പെടുമ്പോൾ കാരുണ്യമില്ലാത്ത മനസ്സുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായമില്ല. അപ്പൊ കരുണയാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിറുഹും ഫിൽ അംരി വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അള്ളാഹു അവൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ മുഴുവൻ ശത്രുക്കൾക്കും ഇടയിൽ ജീവിച്ചുകൊണ്ട് ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മഹിതമായ ഈ ഉദാരതയുടെ സംസ്കാരത്തെ നട്ടുപിടിപ്പിക്കാൻ കാര്യം എന്താണെന്നറിയോ? അല്ലാഹു പറയാ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. നബിയെ, അങ്ങയുടെ മനസ്സിൽ അള്ളാഹു റഹ്മത്ത് തന്നു എന്നുള്ള ഒറ്റ കാരണ.
അപ്പൊ നമ്മുടെ മനസ്സിൽ റഹ്മത്തുണ്ടെങ്കിൽ നമ്മൾ എല്ലാ രംഗത്തും വിജയിക്കും. എത്ര റഹ്മത്തുണ്ടോ അത്രയും വിജയിക്കും. കുറഞ്ഞ റഹ്മത്താണ് കുറച്ചേ വിജയിക്കൂ, ഏറെ റഹ്മത്തുണ്ടെങ്കിൽ ഏറെ വിജയിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഏറ്റവും വലിയ റഹ്മത്ത് ഈ ലോകത്ത് അള്ളാഹു താല ഇട്ടുകൊടുത്ത് നിറച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലാ. ഒരിക്കലും റസൂൽ റഹ്മത്ത് കളങ്കപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. പിരിവിന് വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കുക, സഹകരിക്കുക. പൊതുവേ ഇത് പിരിവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളോട് പിരിച്ച് നിങ്ങളുടെ പങ്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നടത്തുക, നമ്മളതിൽ പങ്കുചേരുക. ഇതാണ് നാടിൻ്റെ നന്മ എന്ന് പറയുന്നത്. നമ്മുടെ റഹ്മത്ത് ഓരോ ഉദാരതയിലും ഒരു ദാനധർമ്മത്തിലും നമ്മുടെ റഹ്മത്ത് വളരുകയാണ്. കൈയൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദി സുഫ്ലാ. ഉയർന്നു നിൽക്കുന്ന കൈ എന്ന് പറഞ്ഞാൽ നൽകുന്ന കൈ താഴ്ന്ന കൈയേക്കാൾ, താഴെ നിൽക്കുന്ന കൈയേക്കാൾ ഉത്തമം, വാങ്ങുന്ന കൈയേക്കാൾ നല്ലതാണ്. ഓരോ പ്രാവശ്യവും നൽകാൻ വേണ്ടി നമ്മുടെ കൈ ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സിലെ റഹ്മത്ത് വീണ്ടും വീണ്ടും വലുതാവുകയാണ്, മനസ്സാർദ്രമാവുകയാണ്. ആർദ്രത ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടുകയാണ്. അതോടുകൂടി നമുക്ക് എല്ലാ രംഗത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അള്ളാഹു എല്ലാവർക്കും നൽകിയ കരുണ, അള്ളാഹുവിന്റെ റസൂലിന് കൊടുത്ത കരുണ, തന്റെ കൈവശമാ കാരുണ്യം റഹ്മത്ത് കിട്ടിയ അന്നു മുതൽ നബിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം നന്മയുടെ വഴിയിൽ മാത്രം ഓരോ ദിവസവും ഉപയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് സങ്കല്പിക്കാത്ത കാരുണ്യത്തിന്റെ മൂർത്തിയായി മാറിയപ്പോൾ ശത്രുക്കളുടെ മുഴുവൻ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് ആ കാരുണ്യത്തിന്റെ മൂർത്തി ലോകം കീഴ്പ്പെടുത്തി. കരുണ കൊണ്ട് കീഴ്പ്പെട്ട ലോകമാണ്. റസൂലുള്ളാഹിയുടെ കരുണ കൊണ്ടാണ് ലോകം കീഴ്പ്പെട്ടത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബി, അങ്ങയുടെ മനസ്സിലുള്ള കാരുണ്യം കൊണ്ടാണ് അങ്ങ് ഇത്ര വലിയ ആർദ്രതയുള്ളവനായത്. റസൂലുള്ളാഹിയുടെ ആർദ്രത, ഒരു ഉറുമ്പിനെ തീയിട്ട് കരിക്കാൻ പോയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ. ഉറുമ്പിനെ കരിക്കരുതെന്ന്, ഉറുമ്പിനെ തീയിൽ കരിക്കരുതെന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? തീ കൊണ്ട് ഉറുമ്പിനെ കരിക്കരുതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കാരുണ്യത്തിന്റെ പരകോടിയിലാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നബിയെ അങ്ങ് ഇത്രമാത്രം ആർദ്രതയുള്ളവനായത്. അതുകൊണ്ടാണ് അങ്ങ് ഈ മനസ്സുകളെ കീഴടക്കിയത്. വലോ കുന്ത ഫല്ലൻ വലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. അങ്ങെങ്ങാനും പരുക്കനായിരുന്നെങ്കിൽ, ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ അങ്ങയോടൊപ്പം കൂടിയ ഈ ആളുകൾ ആരും അങ്ങയോടൊപ്പം കാണുമായിരുന്നില്ല. അങ്ങ് പരുക്കനല്ല. അതുകൊണ്ട് മാത്രമാണ് മക്കയിൽ അങ്ങ് വിജയിച്ചത്, മദീനയിൽ അങ്ങ് വിജയിച്ചത്. പിന്നീട് മക്ക രക്തരഹിതമായ വിപ്ലവത്തിലൂടെ അങ്ങേക്ക് കീഴ്പ്പെട്ടത്, അറേബ്യൻ പെനിൻസുല അങ്ങേക്ക് കീഴ്പ്പെട്ടത്. യഥാർത്ഥത്തിൽ അങ്ങയുടെ ഉള്ളിലെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളും വളർത്തിയെടുക്കേണ്ടത്. ആ കാരുണ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ നുസ്രത്തുൽ മസാക്കിൻ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഉള്ളിൽ അല്ലാഹ് നിക്ഷേപിച്ചിരിക്കുന്ന കരുണയെ അവർക്ക് അത് വളർത്തിയെടുക്കാൻ സഹായകമായ പരിപാടികളുമായി നമ്മുടെ കൂട്ടുകാർ മുന്നിൽ ഒരു രംഗത്ത് വരികയാണ്. നമ്മളതിനോട് ചേരുക, സഹകരിക്കുക. പടച്ച തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിലെ ക്രൂരതകളെ തുടച്ചു മാറ്റി നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്, അനുകമ്പയ്ക്ക്, അനുഗ്രഹത്തിന്, ആർദ്രതയ്ക്ക് ഇടം നൽകാനുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എവിടെ കണ്ടാലും, അതിനാര് മുമ്പിൽ നിന്നാലും അതിനോട് കൈകോർത്ത് പിടിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ സദസ്സുകളെ എന്ന പോലെ ഇനിയും വരാനിരിക്കുന്ന സദസ്സുകളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നാളെ നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരിയുടെ വിവാഹം നടക്കുന്ന ഈ സദസ്സിനെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിനോടെല്ലാം വന്നവരും അതുപോലെ തന്നെ വരാനുള്ളവരെ ഇതിനകത്ത് പങ്കുചേർത്തും നമ്മുടെ നാടിൻ്റെ ഒരു നന്മയുടെ ഒരു വസന്തം, ഒരു നന്മ വൃക്ഷം പോലെ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെ കാണുകയും ഇത്തരം നന്മകളോട് നമ്മൾ സഹകരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന റഹ്മത്ത് വറ്റിപ്പോകാതെ, കരുണ പറ്റിയ ക്രൂരമായ മനസ്സിൻ്റെ കാരുണ്യം കടത്തിക്കൊണ്ടുവരാൻ കഴിയുമോ
അത്ര കണ്ട് നമ്മൾ കരുണയുടെ ആർദ്രതയുടെ ഉടമകളാകാൻ ശ്രമിക്കുക. അത്രയും നമ്മൾ ചെല്ലുന്നിടങ്ങളിലെല്ലാം നമ്മെ ആളുകൾ സ്നേഹിച്ചു തുടങ്ങുമെന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തികളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം എന്നതിനപ്പുറം ആദ്യമായി നമ്മൾ നല്ലവരാവുകയാണ്, നമ്മൾ മറ്റുള്ളവരുടെ പ്രിയങ്കര പദവിയിലേക്ക് ഉയരുകയാണ്, നമ്മുടെ മനസ്സിനെ മറ്റുള്ളവർ സ്നേഹിക്കുന്ന വിധാനത്തിലേക്ക് അത് ഉയർത്തുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ എന്ന ദുആയോടെ കുറേ സുഹൃത്തുക്കൾ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ ഉമ്മയ്ക്കും വാപ്പയ്ക്കും, സുഖമില്ലാത്ത ഭാര്യയുടെ വാപ്പയ്ക്കും, കടങ്ങൾ വീടാനും ഒരു വീടിനും മകളുടെ അസുഖം മാറാനും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സഹോദരൻ 3000 രൂപ സംഭാവന ചെയ്തിരിക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മരിച്ചുപോയ വാപ്പ ഉമ്മമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സുഖമില്ലാത്ത ഭാര്യയുടെ വാപ്പയ്ക്കും അള്ളാഹു പുറത്തു ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. കടങ്ങളെല്ലാം അള്ളാഹു വീട്ടിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരു വീട് വേണമെന്നുള്ളത് ആ സഹോദരൻ്റെ ആഗ്രഹമാണ്. അള്ളാഹു സാക്ഷാത്കരിച്ചു കൊടുക്കട്ടെ. മകളുടെ അസുഖം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ആ ഒരു സഹോദരൻ എത്രയോ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഈ ഒരു ജീവകാരുണ്യ പ്രവൃത്തിയിൽ 3000 രൂപ നൽകി എന്നിട്ടും പങ്കുചേരുകയാണ്. അള്ളാഹുവെ, നീ ഇത് സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹം ഇവിടെ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളെക്കാൾ അറിയുന്ന റബ്ബേ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപയാണ് ഒരു സഹോദരൻ നൽകിയിട്ടുള്ളത്. അള്ളാഹുവെ, ഈ ദാനധർമ്മം നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ജീവകാരുണ്യ പ്രവൃത്തിയിൽ പങ്കുചേർന്നുകൊണ്ട് മനസ്സിൽ റഹ്മത്ത് വളർത്തിയെടുക്കാനും വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്ന ഈ സഹോദരനെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറിനെ നീ സ്വർഗമാക്കണേ പടച്ചവനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ ഉമ്മയോടൊപ്പം ഒത്തുചേരാൻ ആ മകനും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ്. നീ കബൂലാക്കണേ പടച്ചവനെ. മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക്, വാപ്പ മരണപ്പെട്ടു പോയിട്ട് 12 ദിവസമായി ആ വാപ്പയ്ക്കും വേണ്ടി ദുആ ചെയ്യണം. 1000 രൂപ അത് പെയ്ഡാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഉമ്മയ്ക്ക് വേണ്ടി, അവരുടെ പരലോകത്തിന് വേണ്ടി. ഇതുപോലെ ജീവിതത്തിൽ അവസരം ലഭിച്ചവരാണവർ. അവർ ചിലപ്പോൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവാം. ഒരു പക്ഷേ നമ്മളെ പോറ്റാനുള്ള വെപ്രാളത്തിൽ, വ്യഗ്രതയിൽ അവർക്കത് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ജീവിതത്തിലെ നഷ്ടപ്പെട്ട നാളുകളെക്കുറിച്ച് ഓർത്തവർ ഒരുപക്ഷെ ദുഃഖിക്കുന്നവരാകാനും സാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ അവസരമാണ്. ജീവിച്ചിരിക്കുന്ന മക്കൾ അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അവർ ആ ഉമ്മമാരെ ഓർക്കുകയാണ്, വാപ്പമാരെ ഓർക്കുക. 12 ദിവസമായിട്ടുള്ളൂ വാപ്പ മരിച്ചിട്ട്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഈ ദാനധർമ്മത്തിൻ്റെ സവാബ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നേരത്തെ മരിച്ചുപോയ ഉമ്മയ്ക്കും അള്ളാഹു പുറത്തു കൊടുത്ത് സ്വർഗീയമായ സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മരിച്ചുപോയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാൻ 700 രൂപ ഒരു സഹോദരൻ ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു സദഖ സ്വീകരിക്കുമാറാകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സഹോദരങ്ങളുണ്ട്, അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ഖബറിനെ സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൻ്റെ സന്തോഷങ്ങൾ കണ്ട് ആനന്ദിച്ച് കഴിയുന്ന ഖബറായി അള്ളാഹു ആ ഖബറിനെ മാറ്റി കൊടുക്കുമാറാകട്ടെ. നാളെ സ്വർഗ്ഗലോകത്ത് അള്ളാഹുവിൻ്റെ ഹബീബിനോടൊപ്പം ഒരുമിക്കുവാൻ അള്ളാഹു അവരെയും നമ്മയും ഇടയാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു സഹോദരൻ ജോലിയിൽ ബർക്കത്തിന്, ശരീരത്തിൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടാൻ, അടുത്ത വർഷത്തെ വിവാഹാവശ്യത്തിന് ശരീര തൂക്കമുള്ള മൃഗങ്ങളെ സംഭാവന ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അദ്ദേഹത്തിന് അത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ജോലിയിൽ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായ ക്ഷീണങ്ങൾ, അസുഖങ്ങൾ, അവശതകൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം അടുത്ത വർഷത്തെ വിവാഹാവശ്യത്തിന് നല്ല തൂക്കമുള്ള മൃഗത്തെ സംഭാവന ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അള്ളാഹു അതും അള്ളാഹു എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെയും എൻ്റെയും രോഗം ഷിഫയാകാൻ, എൻ്റെ 2 ആൺമക്കൾക്കും ഗൾഫിൽ ബർക്കത്തുള്ള ജോലി കിട്ടാൻ ദുആ ചെയ്യണം. 5000 രൂപയാണ് റസീന എന്ന സഹോദരി തന്നിട്ടുള്ളത്. അള്ളാഹു ആ സഹോദരിയുടെ സംഭാവനയെ കബൂലാക്കുമാറാകട്ടെ. ഈ മഹത്തായ സംരംഭത്തിൽ അവർ വഹിച്ച ഈ ഏറ്റെടുത്ത ഈ പങ്ക് അള്ളാഹു സ്വീകരിക്കപ്പെടുമാറാകട്ടെ. 2 ആൺമക്കൾ, അവർ ഗൾഫിലാണ്, അവർക്ക് ബർക്കത്തുള്ള ജോലി നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിനുടെയും അവരുടെയും എന്ത് രോഗമായാലും അള്ളാഹു ഈ ദാനധർമ്മത്തിൻ്റെ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ അള്ളാഹു ചെയ്യുന്ന ഈ ദുആ അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മയ്ക്ക് ദുആ ചെയ്യാൻ മക്കൾ, അള്ളാഹു ആ ഉമ്മയുടെ രോഗം ഷിഫയാക്കുമാറാകട്ടെ. അള്ളാഹു പൂർണ്ണ ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ.
ഒരുപാട് പേര് സ്വർണം പൈസ തന്ന് സഹായിച്ചു. ദുആ ചെയ്യണമെന്ന്. അള്ളാഹു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും ഒരുപാട് ആളുകൾ കയ്യയച്ച് സ്വർണം നൽകി പൈസ തന്ന് സഹായിച്ചില്ലെങ്കിൽ ഇന്നത്തെ വിലയ്ക്ക് 10 പവൻ നൽകാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. ഇതിൽ പങ്കുകൊണ്ട മുഴുവൻ സഹോദരങ്ങളെയും സ്വർണം കൊണ്ടും പണം കൊണ്ടുമൊക്കെ സഹായിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, നീ അവർക്കെല്ലാം ഇരു ലോകത്തും നല്ല പകരം പ്രദാനം ചെയ്യണേ പടച്ചവനെ. നല്ല പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അള്ളാഹ്. സ്ഥലം, വെള്ളം, കറണ്ട് തന്ന് സഹായിക്കുന്ന സലീമിക്കായിക്ക്, ഇവിടെ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ സലീമിക്കയാണ്. അദ്ദേഹം സ്ഥലം വിട്ടു തന്നു. അതുപോലെ തന്നെ വെള്ളവും കറണ്ടുമെല്ലാം അദ്ദേഹം തന്നെയാണ് ഇതൊന്ന് സഹായിച്ചത്. ആളുകളുടെ മനസ്സിൻ്റെ ഉദാരതയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും സഹായിക്കാൻ മനസ്സില്ലാത്തവരുള്ളൊരു ലോകത്ത് അദ്ദേഹത്തിൻ്റെ വസ്തു വിട്ടു നൽകി വെള്ളം കൊടുത്ത് കറണ്ട് കൊടുത്ത് സഹായിക്കുന്ന ആ സഹോദരൻ സലീം സാഹിബിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് നൽകിയതിലെല്ലാം ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ഇഹത്തിലും പരത്തിലും ഏറ്റവും നല്ല പകരവും ഏറ്റവും നല്ല പ്രതിഫലവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മക്കൾക്ക് ജോലിയാകാൻ 666 രൂപ, വിവാഹം ശരിയാകാൻ 6666 രൂപ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. 666 രൂപ മക്കൾക്ക് ജോലി അള്ളാഹു നല്ല ജോലി മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹലാലായ സമ്പാദ്യത്തിൻ്റെ വഴികൾ ആ മക്കൾക്ക് എത്രയും വേഗം തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം ശരിയാകാൻ 6666 രൂപ സംഭാവന ചെയ്ത സഹോദരന് അള്ളാഹു എത്രയും വേഗം ഉചിതമായ അനുയോജ്യമായ വിവാഹം എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ദാമ്പത്യത്തിന് അള്ളാഹു അദ്ദേഹത്തിന് എത്രയും വേഗം വാതിൽ തുറന്നു നൽകുമാറാകട്ടെ. സഹോദരി, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടാൻ 6666 രൂപ അടുത്ത വർഷം നൽകാം എന്നാണ് പറയുന്നത്. അള്ളാഹു അവർക്കത് എളുപ്പമാക്കി കൊടുക്കട്ടെ. മക്കൾക്ക് അള്ളാഹു ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും അഭിലാഷമാണ്. തൊഴിലില്ലാതെ നടക്കുന്ന മക്കൾ അവരുടെ നൊമ്പരമാണ്. അള്ളാഹു ഷിഫ, അള്ളാഹു അവർക്ക് തൊഴിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് കുഞ്ഞ്, റുഖിയ ഉമ്മ, സലാഹുദ്ദീൻ 3 പേർക്ക് വേണ്ടി ദുആ ചെയ്യണം. 700 രൂപ സംഭാവന. അള്ളാഹു പറയപ്പെട്ട സഹോദരങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി നൽകുമാറാകട്ടെ. ഇത്തരം സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന നന്മയുടെ സദസ്സുകളിൽ വെച്ച് അള്ളാഹുവിനോട് നീട്ടുന്ന കൈകൾ, നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള വിശ്വാസികളുടെ പ്രതീക്ഷയാണ്. അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. 3 പേർക്കും എന്തൊക്കെയാണ് അവരുടെ ഹലാലായ മുറാദുകൾ അതെല്ലാം അള്ളാഹു ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞില്ലേ? മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനും ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറാനും മക്കളുടെ ജോലികളിൽ ബർക്കത്തുണ്ടാകാനും ദുആ ചെയ്യണമെന്ന് അള്ളാഹു മാതാപിതാക്കൾക്ക് പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ അസുഖങ്ങൾ എന്തായാലും അള്ളാഹു ഷിഫയാക്കുമാറാകട്ടെ. മക്കളുടെ ജോലികളിൽ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. കിലോ അരിയ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم لا تدع لنا ذنبا إلا غفرته ولا حما إلا فرجت ولا دينا إلا قضيت ولا مرضا إلا شفيت ولا مريضا إلا عافيت ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاح إلا قضيتها ويسرتها وأصلحتها يا أرحم الراحمين. اللهم زدنا ولا تنقصنا وأكرمنا ولا تهنا وأعطنا ولا تحرمنا وآثرنا ولا تؤثر علينا وأرضنا وارض عنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات يا قاضي الحاجات. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, കൃപയും കരുണയുള്ള തമ്പുരാനെ, പരമകാരുണിക കരുണാവാരിധേ, സാധുക്കളായ പാപികളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും നിന്റെ മഹല്ലായ ഫളൽ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഭാവി ജീവിതം നീ പാപരഹിതമാക്കണേ അല്ലാ, പരിശുദ്ധമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ. ഞങ്ങളുടെ അയൽക്കാരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടുകാരുടെ പാപങ്ങൾ പൊറുക്കണേ പടച്ചോനെ. ഞങ്ങളുടെ സഹകാരികളുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞങ്ങളുടെ ചെറുപ്പക്കാർ ഇവിടെ ഒരുമിച്ച് കൂടി പടച്ചോനെ ഈ നാട്ടിൽ വലിയൊരു നന്മ പ്രവർത്തിക്കുന്ന നേതൃത്വം നൽകുകയാണ്. നീ എല്ലാം കാണുന്നവനാണല്ലോ അല്ലാ, നീ എല്ലാം അറിയുന്നവനാണല്ലോ റഹ്മാനെ. അല്ലാഹുവേ, നീ അതെല്ലാം സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഏറ്റവും ഉചിതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഇവിടെ നടക്കാനിരിക്കുന്ന സാധുവായ പെൺകുട്ടിയുടെ വിവാഹം നീ കബൂലാക്കണേ പടച്ചവനെ. ആ പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതം നീ അനുഗ്രഹീതമാക്കണേ പടച്ചവനെ, ഭാസുരമാക്കണേ അല്ലാ. ആ സാധു പെൺകുട്ടിയെ അവളുടെ വിവാഹത്തെ സ്വന്തം മകളുടെ വിവാഹം പോലെ കണ്ട് ഞങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ സ്വർണമായും പണമായും ഒക്കെ സമാഹരിച്ച് നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അതെല്ലാം അവരിൽ നിന്ന് സമാഹരിച്ച് ഈ മഹത്തായ പ്രവർത്തനത്തിന് 13 വർഷമായി ഇവിടെ നേതൃത്വം നൽകി വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഈ നന്മയെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ പടച്ചവനെ. ഒരു കാലത്തും മുറിഞ്ഞു പോകാത്ത നന്മയായി നീ ഇതിനെ നിലനിർത്തണേ റഹ്മാനെ. കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ, മഹത്തായ സംരംഭത്തോട് ഈ നുസ്രത്തുൽ മസാക്കീനോട് അത് ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തനങ്ങളോടും കൈകോർത്ത് പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന ഈ നാട്ടിലെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് അധികം ഈ സംരംഭത്തോട് സഹായിക്കാനും സഹകരിക്കാനും നീ ഭാഗ്യം നൽകണേ റബ്ബേ. പടച്ചവനെ, അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ പാപങ്ങളുടെ പേരിൽ നീ അവരെ ആരെയും നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ. പാപികളുടെ മുമ്പിൽ നീ ഞങ്ങളെ പരിഹാസ്യരാക്കല്ലേ അല്ലാ. പാപരഹിതരായി നാളെ നിന്നെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം അവർക്കും ഞങ്ങൾക്കുമെല്ലാം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം അല്ലാ. അല്ലാഹുവേ, ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പലരും രോഗികളാണ് പടച്ചവനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾക്ക് വിധേയരായവരുണ്ടവരിൽ പടച്ചവനെ, അവരുടെ എല്ലാ രോഗങ്ങളും ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളും നിന്റെ മഹല്ലായ ഫضل കൊണ്ട് നീ ശിഫയാക്കി നൽകണേ അല്ലാ. ആരോഗ്യ സൗഖ്യം നൽകണേ അല്ലാ. അവരുടെ ചികിത്സകളിൽ ഏർപ്പെടുന്നവരുടെ ചികിത്സ നീ ഫലവത്താക്കി കൊടുക്കണേ പടച്ചവനെ. പൂർണ്ണമായ ഷിഫ നൽകണേ അല്ലാ. ഞങ്ങൾ ആരുടെയെല്ലാം രോഗത്തിന് ഷിഫ ആഗ്രഹിക്കുന്നുണ്ടോ, ഞങ്ങളോട് ആരെല്ലാം ഷിഫ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, എല്ലാവരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ രോഗികളുടെയും രോഗങ്ങൾ നീ ഷിഫയാക്കണേ അല്ലാ. അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ തന്നെ 100 രൂപ മുതൽ പടച്ചവനെ 500 രൂപ, 700 രൂപ, 1000 രൂപ, 2000 രൂപ, 5000 രൂപ തുടങ്ങി പടച്ചവനെ, ഇവിടെ മുജീബ് എന്ന സഹോദരൻ, അതിൻ്റെ മുഖ്യ പ്രവർത്തകനാണല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബ കൂട്ടായ്മ ഈ മഹത്തായ സംരംഭത്തോട് 10,000 രൂപ നൽകി സഹകരിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പടച്ചവനെ, ഇത്തരത്തിൽ പങ്കുവഹിച്ച എല്ലാവരെയും നീ കബൂലാക്കണേ പടച്ചവനെ. എല്ലാവരെയും നീ കബൂലാക്കണേ പടച്ചവനെ. എല്ലാവരിൽ നിന്ന് സ്വീകരിക്കണേ പടച്ചവനെ. ആരെയും നീ പാഴാക്കരുതേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിൽ നീ ഇസ്തിഖാമത്തോടെ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. വഴികേടിൻ്റെ ലോകത്ത് കാലിടറാതെ കാത്തുകൊള്ളണേ പടച്ചവനെ. ഞങ്ങളെ ആരെയും നീ വഴികേടിലാക്കല്ലേ അല്ലാ. കള്ളിനും കഞ്ചാവിനും പെണ്ണിനും പ്രണയത്തിനും അടിമപ്പെട്ട് ജീവിതം തുലയ്ക്കുന്ന യുവതയും കൗമാരത്തിൻ്റെയും കാലമാണ് പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ യുവാക്കളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കൗമാരങ്ങളെ കാക്കണേ റഹ്മാനെ.
വഴിതെറ്റിപ്പോകാതെ കാത്തുകൊള്ളണേ റഹ്മാനെ. അള്ളാഹുവേ, നന്മയുടെ ഈ സംരംഭത്തെ ഈ ലോകമുള്ളിടത്തോളം കാലമുള്ളിടത്തോളം കാലം നീ നിലനിർത്തണേ പടച്ചവനെ. അതിനോട് സഹകരിക്കാനും കൈകോർക്കാനും ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ധാരാളമായി നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. കൂടുതൽ കൂടുതൽ സഹകരണം ഈ പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന നല്ല നാളുകൾ നീ സംജാതമാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും ഈമാനോടുകൂടി നീ മരിപ്പിക്കണേ അല്ലാ. ഈമാൻ നൽകി നീ മരിപ്പിക്കണേ അല്ലാ. നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗരാജ്യത്തിന് നീ ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് അതിനകം മരിച്ച് നിന്നിലേക്ക് എത്തിച്ചേർന്ന ഞങ്ങളുടെ പൂർവികന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ഭാര്യ, മക്കൾ, സഹോദരി, സഹോദരന്മാർ, കൂട്ടുകാർ, ഞങ്ങളുടെ സഹായികൾ, സഹകാരികളെ എല്ലാം നീ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ ഹബീബിനോടൊപ്പം ചേർത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ ലിഖാഇന്റെ പരമാനന്ദം നൽകി നീ ഞങ്ങളെ സ്വർഗരാജ്യത്ത് സന്തോഷിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ പടച്ചവനെ. ഇതിലെ ആലിമീങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൻ്റെ പ്രവർത്തകരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൻ്റെ സഹായികളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ അല്ലാ. വരും വർഷങ്ങളിലും ഇതിലേറെ നല്ല നിലയിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാനും കൂടുതൽ കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യാനും നീ ഭാഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ദുആക്കൾ നിന്റെ മഹളായ ഫള് കൊണ്ട് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ പാപികളാണെന്ന കാരണത്താൽ ഞങ്ങളുടെ ദുആക്കളെ നീ തള്ളിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ ആരെയും നീ മഹറൂമാക്കല്ല റഹ്മാനെ. ഹലാലായ ആഗ്രഹം സാധിക്കാൻ മരണപ്പെട്ടുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും ഒരു സഹോദരി 1 ഗ്രാം സ്വർണം ഹദിയ ചെയ്തിരിക്കുന്നു, സദഖ ചെയ്തിരിക്കുന്നു. അല്ലാ, നീ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ പടച്ചവനെ. മുമ്പേ ഭർത്താവ് മരിച്ചുപോയ ആ സഹോദരിയുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഭർത്താവില്ലാത്ത ജീവിതം ഏതൊരു ഭാര്യയ്ക്കും പ്രയാസകരമാണല്ലോ പടച്ചവനെ. അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. മരിച്ചുപോയ ഭർത്താവിനെ ഓർത്ത് സദഖ ചെയ്ത ആ സഹോദരിയെ നീ കബൂലാക്കണേ പടച്ചവനെ. അവരുടെ സംഭാവന സ്വീകരിച്ച് അവരുടെ ഭർത്താവിന് ഇതിൻ്റെ വലിയ സന്തോഷം ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഖബറിന് സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണമല്ലാ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു ചേരാൻ ആ ഭാര്യ ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഉമ്മയ്ക്കും വിദേശത്ത് നിൽക്കുന്ന ഭർത്താവിനും മക്കൾക്ക് പരീക്ഷയിൽ വിജയത്തിനുമായി 1000 രൂപ നൽകിയ സഹോദരി പടച്ചവനെ, ആ സഹോദരിയെ നീ അനുഗ്രഹിക്കല്ല. അവരുടെ ഉമ്മായിക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. വിദേശത്ത് നിൽക്കുന്ന ഭർത്താവിനെ അനുഗ്രഹിക്കണേ അല്ല. തൊഴിലില്ലെങ്കിൽ നൽകണേ അല്ല, ഉണ്ടെങ്കിൽ ബർക്കത്ത് ചെയ്യണേ അല്ല, സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ല. മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആ സഹോദരിയുടെ സദഖ നീ കബൂലാക്കണേ റബ്ബേ. ആ വിധത്തിൽ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹായിക്കാൻ ഇനി ആഗ്രഹിക്കുന്നു, വരും നാളുകളിലും പടച്ചവനെ ഈ നന്മകളിൽ എനിക്കും ഒരു പങ്ക് വേണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം ഇനിയുള്ള നാളുകളിൽ ഭാഗം ചേരാനും പടച്ചവനെ അവരുടെ ഒരു വലിയ കുടുംബമായി, ഒരു കൂട്ടായ്മയായി ഇതിനെ ഈ നാട്ടിൽ നിലനിൽക്കാനും നിന്റെ മഹളായ ഫള് കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഞങ്ങളുടെ ദുആക്കൾ നിന്റെ മഹളായ ഫള് കൊണ്ട് നീ കബൂലാക്കണേ മന്നാനെ. നീ ഞങ്ങളുടെ ദുആക്കൾ കബൂലാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. آمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഒരു സഹോദരിയുടെ അസുഖം മാറാൻ 500 രൂപ നൽകി സദഖ ചെയ്ത് ആ സഹോദരി അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു ഈ സദഖയും കബൂലാക്കുമാറാകട്ടെ. മജ്ലിസിൻ്റെ അവസാനം നിമിഷത്തിലും ആ ദുആയിൽ ഈ മജ്ലിസിൻ്റെ ദുആയിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് പ്രതീക്ഷിച്ച ആ സഹോദരിയുടെ ഈമാൻ, അവരുടെ പ്രതീക്ഷകളെ അള്ളാഹു സ്ഥാനത്താക്കുകയും
അവരുടെ അസുഖം എന്ത് തന്നെയായാലും അള്ളാഹു എൻ്റെ മഹൽ ഫضൽ കൊണ്ട് ഷിഫയാക്കി ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.